ആക്കാം നോക്കാം, ആ ഏർപ്പാടൊന്നും വേണ്ട. യെസ് ഓർ നോ, ഒന്നെങ്കിൽ ബിസിനസ് ചെയ്യുക അല്ലെങ്കിൽ വിട്ടേക്കണം. അപ്പൊ ഉറച്ച തീരുമാനമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റിയാൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഇതൊരു വലിയ വലിയ അച്ചീവ്മെന്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഞാൻ ഡയറക്ട് സെല്ലിംഗ് ഏറ്റെടുക്കാൻ കാരണം, അല്ലെങ്കിൽ എന്റെ ലൈഫ് ടൈം കരിയർ ആയിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഞാൻ 17 വയസ്സ് +2 പഠനം കഴിഞ്ഞ് അറിഞ്ഞു അറിയാതെയുമാണ് ഡയറക്ട് സെല്ലിംഗിലേക്ക് വരുന്നത്. വളരെ ചെറിയ പ്രായത്തിലേ വന്നു. അന്ന് എൻ്റെ ഒരു സുഹൃത്ത്, ഞാൻ +2 ക്ലാസ് കഴിഞ്ഞ് വരുന്ന സമയത്ത് അദ്ദേഹം വീട്ടിലോട്ട് വിളിച്ച് കാര്യം പറയാനുണ്ടായത്. അപ്പൊ അന്ന് ഞാൻ ചെയ്യാണ്ടായ പ്രധാനപ്പെട്ട കാരണം വീട്ടിലൊരു സാഹചര്യമാണ്. അമ്മ വീട്ടുജോലിക്ക് പോണു, അച്ഛന് നമ്മുടെ കൂടെ ഉണ്ടായ സിറ്റുവേഷൻ എന്ന സമയത്ത് അച്ഛനില്ല, അമ്മ ആണ് അച്ഛന്റെ അമ്മയുടെ ഒക്കെ റോള് കൈകാര്യം ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ലൈഫിൽ ഉണ്ടായതാണ് തീർച്ചയായിട്ടും വളരെ ചെറിയ പ്രായത്തിലെ രക്ഷപ്പെടണം എന്നൊരു ആഗ്രഹം നന്നായിട്ടുണ്ടായത്. എല്ലാവർക്കും ഉണ്ട് ആഗ്രഹം ഉള്ളില്, അല്ലെ? അതിന് പവർ എത്രത്തോളം ഉണ്ടെന്നാണ് അറിയാത്തത്, അല്ലെ? അപ്പം എന്നെ സംബന്ധിച്ച് കുറച്ച് കൂടുതൽ പവർ ഉണ്ടാവാനുള്ള ഒരു കാരണം എനിക്ക് അങ്ങനത്തെ അവസ്ഥ, എന്റെ സാഹചര്യം, അങ്ങനെ സാഹചര്യം വീട്ടിലുള്ളത് കൊണ്ടാണ്. അപ്പോ എനിക്ക് മൂത്തത് എന്റെ പെങ്ങളാണ്, അതുകൊണ്ട് തന്നെ അവളുടെ വിവാഹം, അങ്ങനെ കുറെ കാര്യങ്ങൾ മുമ്പിലുള്ളത് കൊണ്ട് തന്നെ രക്ഷപ്പെടണം അല്ലെങ്കിൽ അമ്മയെ സഹായിക്കണം എന്ന ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ട് രാവിലെ പേപ്പർ ഇടാൻ പോവും, വൈകുന്നേരങ്ങളിൽ സോഡ അടിക്കാൻ പോവും, വെക്കേഷൻ സമയത്ത് കൽപ്പണിക്കാരെ കൂടെ കയ്യാളായിട്ട് പണിക്ക് പോവും. ഇങ്ങനെ 7ാം ക്ലാസ് മുതലേ പണിക്ക് പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അങ്ങനെ പോയി വരുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലായി, ജോലി ചെയ്താൽ രക്ഷപ്പെടില്ല. എല്ലാവർക്കും അറിയുമ്പോൾ തന്നെ രക്ഷപ്പെടണമെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ് തുടങ്ങണം. പക്ഷെ ബിസിനസ് തുടങ്ങണമെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് വേണം. അപ്പൊ ചെറിയ പ്രായത്തിലെ ബിസിനസ്സിനോട് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യും, ഒരു ഐഡിയ ഇല്ല. എല്ലാവരും പോലെ 26 വയസ്സ് വരെ അങ്ങനെ എന്തൊക്കെയോ കളിക്കുന്നത് പോലെയായിരുന്നു. എന്തായാലും ബിസിനസ് അങ്ങനെ വളരെ ചെറിയ പ്രായത്തിൽ കിട്ടി. 3 വർഷം +2 പഠിക്കുന്ന സമയത്ത് തന്നെ നന്നായിട്ട് ചെയ്തു. +2 പഠിക്കുമ്പോൾ തന്നെ പഠിപ്പിക്കുന്ന ടീച്ചറേക്കാളും വലിയ വരുമാനമുണ്ട്. അപ്പൊ ഉറപ്പിച്ചു ജീവിതത്തിൽ ഞാൻ സക്സസ് ആവും എന്ന്. അവൻ ഉറപ്പിച്ചു പോകുന്ന സമയത്താണ് 2011 നമ്മുടെ സ്വപ്നങ്ങളെല്ലാം അങ്ങ് പോയി കൊണ്ട് ഗവൺമെന്റ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി മണി എക്സ്ചേഞ്ചിന്റെ പേരും പറഞ്ഞ് അങ്ങ് ബാൻ ചെയ്യുന്നത്. അന്ന് ഒരുപാട് പ്രയാസപ്പെട്ടു. അന്ന് വലിയൊരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴോട്ട് വീഴുന്നൊരു അവസ്ഥയായിരുന്നു. അപ്പൊ എന്ന് വെച്ചാൽ പുറം പൊളിയുമല്ലോ. അപ്പോ ആ ഒരു അവസ്ഥ ഉള്ളതുകൊണ്ട് ഇനി മേലാലിറ്റ പരിപാടി ഇല്ലാന്ന് പറഞ്ഞ് അങ്ങനെ 22 വയസ്സോടുകൂടി പരിപാടി സ്റ്റോപ്പ് ചെയ്തു. ഇനി ഉണ്ടാവില്ല, വേറെ എന്തെങ്കിലും പണിക്ക് പോവാം. അങ്ങനെ ആ സമയങ്ങളിൽ മനസ്സൊക്കെ വലുതായതുകൊണ്ടായിരിക്കണം തമിഴ്നാട്ടിലും അതുപോലെ തന്നെ കോയമ്പത്തൂരും ബാംഗ്ലൂരിലൊക്കെ ആയിട്ട് പിന്നീട് ജോലി ചെയ്തു. അങ്ങനെ എറണാകുളത്തേക്ക് അമ്മ പറഞ്ഞു, അങ്ങനെ വേറെ നാട്ടിൽ പോകരുത്, ഭാഷ അറിയുന്ന നാട്ടിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ എവിടെ വേണം നിന്നോ കുഴപ്പമില്ല. അങ്ങനെ എറണാകുളത്തോട്ട് താമസം മാറ്റി. ഞാൻ ഒരു ജോലി ചെയ്തുകൊണ്ട് അവിടെ അമ്മേനെയും കൂട്ടി അവിടെ താമസിച്ചു. രക്ഷപ്പെടാൻ വേണ്ടി പല കളി പിന്നീട് കളിച്ചു നോക്കി. പക്ഷെ 26 വയസ്സായിട്ടും ഞാൻ അമ്മയോട് വയസ്സാവുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് കുറ്റബോധം ഉണ്ടാവുകയും അങ്ങനെ ഈ ബിസിനസ് 2015 എന്റെ പേരിൽ ഐഡിയ അടിച്ചു. നിയമം വന്ന സമയം തന്നെ ധനീഷ് സാർ ഐഡിയ അടിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് താല്പര്യമില്ല, എനിക്ക് ഒരു ബുദ്ധിമുട്ടാണ്, വേണ്ട, ശരിയാവൂല. 15ഉം 16ഉം ഞാൻ പക്കാ നെഗറ്റീവ് ആയിരുന്നു. 17 ജോലിക്കൊപ്പം പാർട്ട് ടൈം ആയിട്ട് അങ്ങ് തുടങ്ങി. 1 വർഷം പാർട്ട് ടൈം ആണ്, ജോലിക്കൊപ്പം പാർട്ട് ടൈം ആയിട്ട് തുടങ്ങി. ആ സമയത്ത് ഞാൻ ഒരു കമ്പനിയുടെ മാർക്കറ്റിംഗ് ഹെഡാണ്, കേരള സ്വിച്ചസ് എന്ന ഇലക്ട്രിക്കൽ കമ്പനിയുടെ മാർക്കറ്റിംഗ് ഹെഡായിരുന്നു. അപ്പോൾ ആ കമ്പനി അത് തൃശ്ശൂർ ജില്ലയിൽ മാത്രമായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അപ്പൊ അവിടെ നമ്മുടെ പെർഫോമൻസ് അനുസരിച്ച് അവർ ഓൾ കേരള ഉത്തരവാദിത്വം തന്നു. ഒറ്റ കാര്യം ചിന്തിച്ചു, +2 കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് ഒരു MBA കാരന് പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം മൈ ലൈഫ് സ്റ്റൈലിന്റെ മദർ കമ്പനിയിൽ ഞാൻ പണിയെടുക്കുന്ന ഒറ്റ കാര്യമാണ്. അപ്പോൾ അത്രയധികം പവർഫുൾ ആണ് ഇതിന്റെ പ്രവർത്തനങ്ങളെന്ന് ഞാൻ മനസ്സിലാക്കി. ഒരു 3 വർഷം ശക്തമായിട്ട് ചെയ്തപ്പോൾ തന്നെ ഒരു MBA കാരൻ വലിയ ജോലിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു മിനിറ്റ്. സോറി. അപ്പൊ അങ്ങനെ നല്ലൊരു ജോലി കിട്ടി. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഒരു 3 വർഷം സീരിയസ് ആയിട്ട് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെയാണെങ്കിൽ ഒരു 5 വർഷം ഡയറക്ട് സെല്ലിംഗ് ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ പിന്നെ ലൈഫിൽ പരാജയപ്പെടാത്ത വ്യക്തിയാവുമെന്ന് എനിക്ക് ഉറപ്പായി. അങ്ങനെ എന്നെ കൺവിൻസ് ചെയ്ത ലീഡറിന്റെ ഇടപെടലാണ് തീർച്ചയായിട്ടും അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും ഈ ബിസിനസ് സീരിയസ് ആയിട്ട് ചെയ്യുക എന്ന് തീരുമാനിച്ച് ഒരു ഉറച്ച തീരുമാനമായിട്ട് ഇറങ്ങുന്നത്. ആ 26ാമത്തെ വയസ്സിൽ ബിസിനസ് റീസ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ 29ാമത്തെ വയസ്സിൽ 2,10,000 എന്ന് പറയുന്ന മാജിക്കൽ ഫിഗർ എനിക്കും കിട്ടി. അപ്പോ വളരെ ഫാസ്റ്റായി. അങ്ങനെ 30ാം വയസ്സാകുമ്പോഴേക്ക് ലൈഫ് സെറ്റിലായി. ഒരു 4-5 വർഷത്തെ ഹാർഡ് വർക്ക്,
തീർച്ചയായിട്ടും നമുക്ക് വലിയ മാറ്റം ഉണ്ടാക്കി. ഇന്നേശം 10-15 കോടിയിലധികം 18 കോടിയിലെ ടേൺ ഓവർ ആയിട്ട് മാറി. 200-ലധികം സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ ഉള്ള ഒരു വലിയൊരു ഓർഗനൈസേഷനായി മാറി. ഇന്നൊരു ഓട്ടോപ്പായിട്ട് മുകളിൽ ബിസിനസ് പോകുന്നു, ലക്ഷങ്ങൾ വരുമാനമുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു നല്ല ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. ഇന്ന് എൻ്റെ കേരളത്തിലെ ഓൾമോസ്റ്റ് എല്ലാ ജില്ലകളിലും ഉണ്ട്. തമിഴ്നാട്ടിൽ എനിക്ക് ചെന്നൈയിലും കോയമ്പത്തൂരും ഒക്കെ ബിസിനസ് ഇപ്പോൾ ഞാൻ ഡെവലപ്പ് ചെയ്യുന്ന ഏരിയ. അതേപോലെ തന്നെ കർണാടകയിലും മൈസൂരിലും ബാംഗ്ലൂരിലും ഒക്കെ ആയിട്ട് ബിസിനസ് റൺ ചെയ്യുന്നു. ഗുജറാത്തിലും അതുപോലെ തന്നെ ഉത്തർപ്രദേശിലും ഒക്കെ ആയിട്ട് നമുക്ക് കസ്റ്റമേഴ്സ് ആയി അവിടെ പർച്ചേസിംഗ് നടക്കുന്ന രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഓൾ ഇന്ത്യ എല്ലാ സംസ്ഥാനത്തും ബിസിനസ് വേണമെന്നാണ് ആഗ്രഹം. അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു. ഈ ലെവലിലാണ് ഇപ്പോ കാര്യങ്ങൾ മൂവ് ചെയ്യുന്നത്. ഏതായാലും എൻ്റെ ആദ്യ ഒരു വർഷം എങ്ങനെയാണ്, കാരണം ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ പറഞ്ഞു, എനിക്ക് എങ്ങോട്ട് പോകുന്നു, എനിക്കുള്ള ആഗ്രഹങ്ങളെ കുറിച്ച് ഞാൻ പറയുന്നു. ഞാനിപ്പോൾ അടുത്തത് ITC മാത്രമേ ഞാൻ കാണുന്നുള്ളൂ, മുമ്പിൽ വേറൊന്നും കാണുന്നില്ല. ഇന്റർനാഷണൽ ടീം കോർഡിനേറ്റർ ആവണം. അതിനെന്ത് ചെയ്യണമോ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതിലേക്കുള്ള മാത്രമുള്ള ഫോക്കസ് ആണ്. അപ്പൊ എന്തായാലും ഒരു റാങ്ക് കഴിഞ്ഞ് അടുത്ത റാങ്കിൽ മാത്രമേ നമ്മൾ കാണാറുള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നും നമ്മൾ നോക്കി നിൽക്കാറില്ല. ആ റാങ്കിലേക്ക് ഓടുമ്പോൾ ഇതുവരെയുള്ള അനുഭവം കൊണ്ട് പറയുവാണ്, ഓരോ റാങ്കിലെത്തുമ്പോഴും അത്ഭുതകരമായിട്ട് ഓരോ ആളുകൾ, നമ്മൾ പോലും അറിയാത്ത ഓരോ കഴിവുകളുള്ള വ്യത്യസ്തമായ ആളുകളാണ് ഓർഗനൈസേഷനിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി എന്തിനാ നമ്മൾ വേറൊന്നിനെ കുറിച്ച് ചിന്തിക്കുന്നത്? ഓരോ റാങ്ക് കയറുന്നതിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ പോരെ. അങ്ങനെ ഞാൻ ഓരോരോ റാങ്കുകൾ കയറുന്നതിനെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കാറ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഓർഗനൈസേഷനിലുള്ള ആളുകളെ റാങ്ക് ചേഞ്ച് ചെയ്യിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് റാങ്ക് ചേഞ്ച് ചെയ്യുന്നു. അപ്പൊ അത്രയും മനോഹരമായിട്ട് ബിസിനസ് ആയതുകൊണ്ട് തന്നെ കൂടെയുള്ള ആളുകളുടെ കാര്യം നോക്കി അങ്ങ് മൂവ് ചെയ്യുമ്പോൾ വളരെ ഹാപ്പി ആയിട്ട് സ്മൂത്ത് ആയിട്ട് നമുക്ക് ബിസിനസ് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം എൻ്റെ തുടക്ക സമയത്ത് ഞാൻ ചെയ്തൊരു കാര്യം, ഈ ബിസിനസ് തുടങ്ങുന്നത് എറണാകുളത്ത് നിന്നാണ്. എറണാകുളത്ത് തുടങ്ങുന്ന സമയത്ത് എനിക്ക് വലിയ കണക്ഷൻസ് ഒന്നുമില്ല. കാരണം ഞാൻ 26-ാമത്തെ വയസ്സ് വരെ ഞാൻ 3 സ്റ്റേറ്റിലാണ് താമസിക്കുന്നത്. തമിഴ്നാട്ടിലും കർണാടകയും കേരളമായിട്ട് 3 സ്റ്റേറ്റിൽ താമസിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് എന്റെ ബന്ധുക്കളൊന്നും പറഞ്ഞാലും എല്ലാവരും ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ആരുമായിട്ട് വലിയ കണക്ഷൻ ഇല്ല. അപ്പൊ എനിക്ക് വലിയ കോണ്ടാക്ട്സ് ഒന്നുമില്ല. വലിയ ഒരുപാട് ആളുകളെ കൊണ്ടുവരാനുള്ള കഴിവില്ല. അപ്പൊ ഞാനത് അങ്ങനെ എന്നെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു അകന്ന സുഹൃത്തായിട്ടുള്ള ഒരാളോട് ഞാനിങ്ങനെ എൻ്റെ ഓപ്പർച്യൂണിറ്റി പറഞ്ഞു. ആൾ പറഞ്ഞു, നെറ്റ്വർക്ക് ആണെങ്കിൽ മോനെ വേണ്ട എന്ന് പറഞ്ഞു. കുറെ ആൾക്കാരോട് നമ്മൾ ട്രൈ ചെയ്യുമല്ലോ. അതിൽ എനിക്ക് ക്ലിക്കായ ഒരു കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അങ്ങനെ കോഴിക്കോട് ഞാനത് എറണാകുളത്താണ്, ആഴ്ചയിലാണ് കോഴിക്കോട്ടേക്ക് വരിക. അങ്ങനെ വരുന്ന സമയത്ത് എൻ്റെ സുഹൃത്തിനോട് ഞാൻ കാര്യം സംസാരിച്ചു. പുള്ളി പറഞ്ഞു വേണ്ട. ആളുടെ വൈഫ് പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ എന്തെങ്കിലും പ്രൊഡക്റ്റ് മേടിച്ചോളാം. സത്യം പറഞ്ഞാൽ അന്ന് എന്നോട് ചോദിച്ചു, വൈഫ് ചോദിച്ചു എന്താ പരിപാടി? ഞാൻ പറഞ്ഞു ചേച്ചി ഞാൻ വീടാതെ സോപ്പ് പേസ്റ്റും വിൽക്കുവാണ് എന്നങ്ങ് പറഞ്ഞു. കാരണം എനിക്കറിയാം ആ ലേഡീസിനൊന്നും പറഞ്ഞ് ക്ലിയർ ചെയ്യാനാവില്ല. ഡയറക്ട് സെല്ലിംഗ് ആണ്, ഇന്റർനാഷണൽ ബിസിനസ് ആണെന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് എന്ത് മനസ്സിലാവാനാണ് എൻ്റെ ധാരണ. അവർക്ക് ഇതിനെ പറ്റി പുറത്തു ഇറങ്ങാത്ത സ്ത്രീകൾക്ക് എങ്ങനെയാണ് ഡയറക്ട് സെല്ലിങ്ങിനെ കുറിച്ച് അറിയാം. അപ്പൊ ഞാൻ അവരെ കൺവിൻസ് ചെയ്യാൻ എളുപ്പത്ത് പറഞ്ഞു, വീടാതെ സോപ്പ് പേസ്റ്റ് വിൽക്കുന്ന പരിപാടിയാണ് എൻ്റെതെന്ന് പറഞ്ഞു. അപ്പൊ ചേച്ചി അയ്യോടാ നീ പറഞ്ഞു, നീ തന്നേക്ക്. എനിക്ക് അതിന് നാണം തോന്നിയില്ല. കാര്യം എന്താ, ഞാൻ ആരാണെന്ന് എനിക്കറിയാം. ഞാനൊരു ഇന്ത്യൻ ഡയറക്ടറാണ് എന്നൊരു അഭിമാനം എനിക്കുണ്ട്. ഒരു ഇന്ത്യൻ ഡയറക്ടറാണ്, നാളുകളിൽ ഞാൻ വലിയൊരു അച്ചീവറായിട്ട് മാറും എന്നൊരു വിശ്വാസം അന്നേ എനിക്കുണ്ട്. ആ വിശ്വാസം ഉള്ളതാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ നാണമില്ലാതെ ബിസിനസ് ചെയ്യാൻ നമുക്ക് സാധിച്ചത്. എല്ലാ സക്സസ് ആവുന്ന ആളുകളുടെ പിന്നിലും ഇതുപോലത്തെ അനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. അവരുടെ സ്റ്റാർട്ടിങ് അനുഭവങ്ങൾ ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ അനുഭവിക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ നാളുകൾ സക്സസ് ആവുന്ന സമയത്ത് ഉണ്ടാവും സുഖം, അത് വേറെയാണ്. പിന്നീട് ഇവരെ കാണാൻ ഇടയായിട്ടുണ്ട്. ഇവരെ കണ്ട സമയത്ത് അവർ അത്ഭുതകരമായി നമ്മൾ നോക്കിയിട്ടുണ്ട്, നമ്മുടെ മാറ്റം കണ്ടപ്പം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ലൈഫ് നമ്മൾ എന്ന കഥാപുസ്തകങ്ങളിൽ നിന്ന് വായിക്കുന്നത് പോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കും. അപ്പോൾ അങ്ങനെ എനിക്ക് സംഭവിച്ചു. അങ്ങനെ സാധനങ്ങൾ അവർ മേടിക്കുന്നു, അങ്ങനെ അവരൊരു റെഫർ ചെയ്യുന്നു, ഒരാളെ റെഫർ ചെയ്യുന്നു, അവരിലൂടെ വേറൊരാൾ റെഫർ ചെയ്തു. അങ്ങനെ റെഫർ ചെയ്ത ആൾക്കാരൊക്കെ ഇന്ന്, പക്ഷെ ആ വ്യക്തി ഇന്നില്ല, ആ സാധനം വാങ്ങിയ വ്യക്തി ഒന്നും എൻ്റെ ഒപ്പം ബിസിനസ്സിലില്ല. പക്ഷേ അദ്ദേഹം റെഫർ ചെയ്ത ആളുകൾ നാഷണൽ ടീം കോർഡിനേറ്റർമാരും റീജിയണൽ ടീം കോർഡിനേറ്റർമാരുമായിട്ട് എൻ്റെ ഓർഗനൈസേഷൻ ഒന്ന് ശക്തമായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പം നമ്മൾ അവരിലൂടെ അങ്ങ് മൂവ് ചെയ്തു. അത് ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ആളുകൾ കൊണ്ടുവരുന്നതിലല്ല കാര്യം, കൊണ്ടുവന്ന ആളെ കൃത്യമായിട്ട് നോക്കുന്നതിലാണ് കാര്യം. ഒരുപാട് ആൾക്കാരെ നമുക്ക് ഐഡന്റിഫിക്കാൻ കൊണ്ടുവരാൻ നമുക്ക് കഴിയും. പക്ഷെ കൊണ്ടുവന്ന ആളുകൾ കൃത്യമായിട്ട് അവരെ ഐഡികളൊക്കെ പരിശോധിച്ച് അവരുടെ അച്ചീവ്മെന്റുകൾ, അവർക്ക് ഒരു ഇൻകം വാങ്ങിച്ചു കൊടുക്കുക, അവരുടെ ഐഡി ആക്ടിവേറ്റ് ചെയ്യുക, അവരുടെ ഡോക്യുമെന്റ്സ് ക്ലിയർ ചെയ്യുന്ന ഉറപ്പുവരുത്തുക, അവരുടെ ആദ്യ റാങ്കുകളിലേക്ക് എത്തിക്കുക. നമ്മൾ AIG ഇന്റർനാഷണൽ ഗ്രൂപ്പിലെ ഏകദേശം 5 റാങ്കുകളാണ് നമുക്ക് ടീമിനുള്ളത്. അത് കഴിഞ്ഞ് നമുക്ക് 10-12 റാങ്കുകൾ നമുക്ക് ബൈനറിയിലുണ്ട്. അപ്പൊ ഇങ്ങനെ റാങ്കുകൾ ജമ്പ് ചെയ്യിപ്പിക്കാനുള്ള കാര്യങ്ങൾ അവരെ ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ആളുകളൊന്നും വേണ്ട. ഒരു 2 ആളോ 3 ആളോ, ഞാൻ വളരെ ചുരുക്കം റിക്രൂട്ട്മെന്റ് ഞാൻ ആദ്യം ചെയ്തത്. എന്നാൽ രണ്ടാമത്തെ എൻ്റെ ഐഡിയിലും മൂന്നാമത്തെ എൻ്റെ ഐഡിയിലൊക്കെ ആയിട്ടാണ് പിന്നെ റെക്കമെൻഡ്സ് ഒക്കെ വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇന്നിപ്പോ 3 ID കൂടെ റെഗുലർ ആയിട്ട് ഇൻകം ഉണ്ട്. 2 സ്റ്റേറ്റ് കോർഡിനേറ്റർ ID ഉണ്ട്, ഒരു CTC റാങ്ക് ആയിട്ടുണ്ട്, ITCക്ക് പോകുന്നു, 1 RTCക്ക് പോകുന്നു.
ഇനിയിപ്പോ ഞാൻ പുതിയൊരു ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കൊച്ചിയിൽ, എറണാകുളത്ത്. അങ്ങനെ നമുക്ക് ഒന്നിലധികം ഐഡികൾ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഒരു ഐഡി കൂടി ഇൻകം ഉണ്ടാക്കാൻ പഠിച്ചാൽ രണ്ടാമത്തെ മൂന്നാമത്തെ ഐഡി ഉണ്ടാക്കാൻ എളുപ്പമാണ്, വളരെ ഈസിയാണ്. പക്ഷെ അത് ട്രാക്ക് എപ്പോഴും നമുക്ക് പുതിയ ടീം ഉണ്ടാവും കേട്ടോ കയ്യിൽ. കാരണം ഓരോ സമയത്തെ അപ്ഡേഷൻ, മാർക്കറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മാർക്കറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ കയ്യിൽ പുതിയ ടീം എപ്പോഴും കയ്യിൽ വേണം. അപ്പൊ അതിന് ചുരുക്കം പറഞ്ഞാൽ ഞാനൊരു ടീം കോർഡിനേറ്റർ ആയിട്ട് എന്നും നിൽക്കണമെന്ന് അർത്ഥം. ഞാൻ CTC ആയാലും ടീം കോർഡിനേറ്റർ ആയിട്ട് നിൽക്കണം എന്ന് പറഞ്ഞാൽ എന്റെ അണ്ടറിൽ ബ്രോൺസും സിൽവറും സ്റ്റാറും റൂബിയും ഒക്കെ ഉണ്ടാവുന്ന ഒരു ടീം ഓർഗനൈസേഷൻ എനിക്ക് എപ്പോഴും വേണം. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മാർക്കറ്റ് അപ്ഡേറ്റ് ചെയ്ത് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ല എങ്കിലും നമ്മൾ ലീഡറായിട്ട് അങ്ങനെ ഇരിക്കും. ഞാൻ CTC ആണ്, പുതിയ അപ്ഡേഷൻസ് ഒന്നും അറിയാണ്ടായി പോകും. അപ്പൊ ഇങ്ങനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് സ്മൂത്ത് ആയിട്ട്, പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒന്നും ഇല്ലാതെ സ്മൂത്ത് ആയിട്ട് നമുക്ക് ഈ ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോ തുടക്ക സമയത്തെ റീറ്റെയിലിംഗ് അനുഭവം ഞാൻ പറഞ്ഞു. ഇങ്ങനെയൊക്കെ ഒരുപാട് ബ്രോഷറിൽ നമ്പർ എഴുതി കൊടുക്കുക, ഇങ്ങനെയൊക്കെ കസ്റ്റമർ ഉണ്ടാക്കാൻ എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ ചെയ്യും. നമുക്ക് ആദ്യം വേണ്ടത് കസ്റ്റമർ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഞാനൊരു ബിസിനസ് തുടങ്ങിയല്ല, നമ്മൾ തുടങ്ങിയ ബിസിനസ്സിൽ നമുക്ക് എന്ത് വേണം? നമ്മുടെ കസ്റ്റമർ വേണം. 100-ലധികം പ്രൊഡക്ട്സുകൾ നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന കസ്റ്റമർ ക്രിയേറ്റ് ചെയ്യലാണ് ആദ്യത്തെ പരിപാടി. കസ്റ്റമർ ഉണ്ടാക്കാൻ എന്ന പ്രോസസ്സ് എന്താ വെച്ചാൽ, നമുക്ക് ഒരാൾക്ക് പ്രൊഡക്റ്റ് കൊടുക്കുന്നു, അവരുടെ ജസ്റ്റ് ഐഡി, അവർക്കൊരു കസ്റ്റമർ ഐഡി ക്രിയേറ്റ് ചെയ്യുന്നു. ഇതാണ് കസ്റ്റമർ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സ്. ഈ സാധനം ചെയ്യാനാണ് തുടക്കക്കാരെല്ലാവരും പ്രാക്ടീസ് ചെയ്യേണ്ടത്. നിങ്ങൾ ആ കസ്റ്റമർ ഉണ്ടാക്കുന്ന പ്രോസസ്സ് പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം പിന്നീട് നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാക്കാനുള്ള പ്രാക്ടീസാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അത് നിങ്ങൾ ലീഡർ സപ്പോർട്ട് ചെയ്യും. നിങ്ങൾ കസ്റ്റമറാക്കി ഐഡി ക്രിയേറ്റ് ചെയ്ത മുഴുവൻ ആളുകളെയും തൊട്ടടുത്ത GTS സെന്റേഴ്സിലേക്ക് നിങ്ങൾ നിരന്തരം, ഞാൻ ഇതാണ് ചെയ്ത പരിപാടി, GTS സെന്റേഴ്സിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും. എത്താത്തവരെ ഞാൻ ഹൗസ് മീറ്റിംഗ് സംഘടിപ്പിച്ച് അതിലേക്ക് എത്തിക്കും. അവിടെയും എത്താത്ത ആൾക്കാരെ മാത്രമാണ് 1-to-1 എന്ന രീതിയിൽ നമ്മൾ ഒറ്റയ്ക്ക് പോയിരുന്ന് സംസാരിച്ച് അവരെ അപ്പോയിന്റ്മെന്റ് എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ കസ്റ്റമർ ഉണ്ടാക്കുക, കസ്റ്റമർ ഡിസ്ട്രിബ്യൂട്ടർ ആക്കുക, ഡിസ്ട്രിബ്യൂട്ടറെ ലീഡർ ആക്കണം. ഡിസ്ട്രിബ്യൂട്ടർ ലീഡർ ആക്കണമെങ്കിൽ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പാകത്തിനുള്ള ഒരാളായിട്ട് മാറണം. നമ്മളെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. നമ്മളെ നോട്ടം, നമ്മുടെ ചിരി, നമ്മുടെ സംസാരം, നമ്മുടെ പെരുമാറ്റം, അതുപോലെ നമ്മുടെ ഡ്രസ് കോഡ്, ഇതെല്ലാം അവർ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. അപ്പം നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു ലീഡറായിട്ട് നമ്മൾ നിന്നെങ്കിൽ മാത്രമേ നമുക്ക് ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ ടീമില്. അപ്പൊ ലീഡേഴ്സ് വന്നാൽ മാത്രമേ നമുക്ക് വീട്ടിൽ ഇരുന്നാലും വരുമാനം കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ മൈലേജ് സ്റ്റൈൽ ആർക്കൊക്കെ തെറ്റിദ്ധാരണ, സർ ഞാൻ പണിയെടുത്തു, എനിക്ക് പൈസ കിട്ടുന്നത് കുറവാണ്, എനിക്ക് 500 രൂപ എന്താവാനാ, 1000 രൂപ എന്താവാനാ? ശുദ്ധ മണ്ടത്തരാണ്. കാരണം ഇതൊരു ബിസിനസ്സാണ്. ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈയും കാലും ഉപയോഗിച്ച് ചെയ്യുന്ന പണിയല്ല മൈലേജ് സ്റ്റൈൽ, തലകൊണ്ട് ചെയ്യുന്ന പണിയാണ്. കഴുത്തിലാൽ മുകളിലോട്ടാണ് പരിപാടി. ആ തലകൊണ്ട് ചെയ്യുന്ന പണി നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ഈ ബിസിനസ്സിൽ നിങ്ങൾ ആദ്യം സമ്പാദിക്കേണ്ടത് പൈസയല്ല, പകരം ടീമാണ്. പൈസ നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് പോലെ വരും, 500, 1000 ഒക്കെ വരും. 500, 1000, 2000, 3000 ഒക്കെ വരും ഇൻകം. അത് സ്റ്റൈപ്പൻഡ് ആണെന്ന് വിചാരിക്കുക. അത് നിങ്ങൾക്കുള്ള എക്സ്പെൻസ്, അത് പെട്രോൾ അടിക്കാനുള്ള പൈസ, എൻട്രി ഫീസ് കൊടുക്കാനുള്ള പൈസ, ഇങ്ങനെയുള്ള ചെറിയ നിങ്ങൾക്ക് ടീം ഡെവലപ്പ് ചെയ്യാൻ ടീം ഡെവലപ്മെന്റ് ഫണ്ടാണെന്ന് നിങ്ങൾ വിചാരിച്ചോ. കാരണം നമുക്ക് വേണ്ടത് ഏറ്റവും മികച്ച ഒരു ടീമാണ്. ടീം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ബിസിനസ് അല്ല ലോകത്തിലെ ഏത് ബിസിനസ്സും വിജയിപ്പിക്കാൻ സാധിക്കുള്ളൂ. ആദ്യം വേണ്ടത് നിങ്ങളോടൊപ്പം ഒരാൾ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങളോടൊപ്പം ഒരാൾ കട്ടയ്ക്ക് നിൽക്കാൻ കഴിയണം. അതിനർത്ഥം നിങ്ങൾ നല്ലൊരു സുഹൃത്തായിരിക്കണമെന്നർത്ഥം. നമ്മൾ നല്ലൊരു സുഹൃത്താണെങ്കിൽ മാത്രമേ നമ്മളോടൊപ്പം ഒരാൾ നിൽക്കുള്ളൂ. ആ ഒരാളിലൂടെയാണ് നമ്മൾ 10 പേരെ ഉണ്ടാക്കേണ്ടത്. 10 പേര്, ആ ഒരാളും നിങ്ങളിൽ നിന്ന് 2 പേരോട് ചേർന്ന് 10 പേര് ഉണ്ടാക്കും. ആ 10 പേരുടെ 100 പേരും, ആ 100 പേരുടെ ആയിരക്കണക്കിന് ആളും, ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് നെറ്റ്വർക്ക് വളരണമെങ്കിൽ ഒന്നിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഒരാളെ സുഹൃത്തായിട്ട് നിർത്താൻ നമുക്ക് പറ്റണം. അപ്പൊ അങ്ങനെ ഒരാളിലൂടെ 10 ആളിലും 10 ആളെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ 100 കണക്കിന് ആളുകളിലേക്ക് സിമ്പിൾ ആയിട്ട് ഈ ബിസിനസ് കൊണ്ടുപോകാൻ സാധിക്കും. ഞാൻ പറഞ്ഞത് പ്രാക്ടീസാണ്. കുറെ പ്രാക്ടീസുകൾ നമുക്ക് ഇതിലുണ്ട്. പ്രധാനമായിട്ടും 2,10,000 അടിക്കണം എന്ന ആഗ്രഹമുള്ള ആൾക്കാർ ആദ്യം പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യം, എല്ലാ ആഴ്ചയിലും നമ്മൾ ഓർഡർ ഫോമുകൾ ഓഫീസിൽ കൊടുക്കുക എന്ന ശീലം നിങ്ങൾ തുടരുക. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് നോക്കുന്ന സമയത്ത് 0 ആയി പോകരുത് വരുമാനം എന്നർത്ഥം. ഒരു ഓർഡർ ഫോമെങ്കിലും വെക്കാനുള്ള താല്പര്യം നമ്മൾ കാണിക്കുക. പിന്നെ നിങ്ങൾ പ്രാക്ടീസ്, അങ്ങനെ എല്ലാ ആഴ്ചയും നിങ്ങൾ ഒരു ഓർഡർ ഫോം, ചെറുതായിക്കോട്ടെ, ഓഫീസിൽ നിന്ന് കമ്പനി പറയുന്നത് 500,000 ഓർഡർ ഫോം വെക്കുന്നുണ്ട്, വെക്കാം, നോ പ്രോബ്ലം. പക്ഷേ നിങ്ങൾ ഇൻകം ഉറപ്പിക്കുക, 500 രൂപയെങ്കിലും ഇൻകം ഉറപ്പിക്കുന്ന രീതിയിലോട്ട് മാറി. അല്ല, അങ്ങനെ പ്രാക്ടീസ് ചെയ്ത്, അങ്ങനെ 25,000 കുറയാത്ത ടേൺ ഓവർ കൊണ്ടുവന്ന് പ്രാക്ടീസ് ചെയ്ത്, അങ്ങനെ നിങ്ങൾക്ക് 50,000 ടേൺ ഓവർ കുറയാതെ, 1 lakh കുറയാതെ, അങ്ങനെ ടേൺ ഓവർ കുറയാതെ എൻ്റെ ഒരു ടീമിന്റെ ഒരു മുദ്രാവാക്യമുണ്ട്, ഒന്നെങ്കിൽ ഗ്രോത്ത് നിലനിൽക്കും, അല്ല ഒരു പടി മുകളിലോട്ട് പോകും. ഒരു കാരണവശാലും ഗ്രോത്ത് താഴേക്ക് പോവില്ല, പോകാൻ സമ്മതിക്കില്ല. അപ്പോ ഒന്നെങ്കിൽ ഗ്രോത്ത് നിലനിൽക്കണം, അല്ലെങ്കിൽ ഒരു പടി മുകളിലോട്ട് പോകണം. ഈ അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കാൻ ഭയങ്കര സുഖമാണ്, വലിയ ഗ്രോത്ത് ഉണ്ടാക്കാൻ എളുപ്പമാണ്. പക്ഷെ ഉണ്ടാക്കിയ സാധനം നിലനിർത്താനാ പാട്. അപ്പോൾ അത് നിലനിർത്താനുള്ള കാര്യങ്ങളാണ് നമ്മൾ സിസ്റ്റത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ സ്മൂത്ത് ആയിട്ട്, അങ്ങനെ സിമ്പിൾ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും.
അപ്പം എല്ലാവരും ചില ചില ശീലങ്ങൾ കൊണ്ടുവരിക. അതിൽ പ്രധാനപ്പെട്ട ഒരു ശീലമാണ് ബിസിനസ്മാൻ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ. ABCD എന്ന് പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ലീഡേഴ്സ് ഒക്കെ ട്രെയിനിങ് എടുത്തിട്ടുണ്ടാവും. ABCD അല്ലെ, ABCDE ഉണ്ടെങ്കിൽ വേണ്ടെന്ന് പറയാം അല്ലെ. ഈ നമ്മൾ പറയാറില്ല, ഇതാണ് ഈഗോ ആണ്. ഈഗോയും പൈസയും ഒരു കീശയും നിൽക്കില്ല എന്ന് പറയാം. അതുകൊണ്ട് ഈഗോന്റെ ആവശ്യമില്ല. ABCD പ്രാക്ടീസ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ആറ്റിറ്റ്യൂഡാണ്. ഇത് ജനങ്ങളെ മാനേജ് ചെയ്ത പരിപാടി. ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകളെ നമ്മളങ്ങനെ പല കോലുള്ള, പല ഭാവമുള്ള, പല സ്വഭാവമുള്ള ആളുകളെ മാനേജ് ചെയ്യുന്ന ബിസിനസ് ആയതുകൊണ്ട് നമ്മള് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരായിട്ട് മാറണം. എല്ലാം നല്ലതിന് സംഭവിക്കുന്ന, എല്ലാം നല്ലതിനല്ലേ സംഭവിച്ചുകൊണ്ട് സംഭവിക്കാൻ പോകുന്നതും നല്ലതിന്. അങ്ങനെ പോസിറ്റീവ് ഉള്ളൊരു മനോഭാവം ഉള്ള ഒരു വ്യക്തിത്വം ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇത്രയും ആളുകളെ മാനേജ് ചെയ്യാൻ കഴിയുള്ളൂ. അവിടെ ആറ്റിറ്റ്യൂഡ് എപ്പോഴും കറക്റ്റ് ആയിരിക്കണം. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം. ബിസിനസ്മാൻ ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം. ആറ്റിറ്റ്യൂഡ് കറക്റ്റ് ചെയ്യാൻ കുറേ പണികളുണ്ട് നമുക്ക്. അപ്പൊ ട്രെയിനിങ് നിരന്തരം അറ്റൻഡ് ചെയ്താലേ നമ്മൾ ആറ്റിറ്റ്യൂഡ് ഒക്കെ ലെവലായി വരുള്ളൂ. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. അപ്പൊ എന്റെ ഒരു ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ഞാൻ ഈ ബിസിനസ് ചെയ്യാൻ ഒരിക്കലും സൂട്ടബിളല്ല. ഞാൻ ഇതിന് മുമ്പ് 2 ബിസിനസ് ചെയ്ത്, രണ്ടും എന്റെ എടുത്തുചാട്ടം കൊണ്ട് പൊട്ടിപ്പോയതാ. എടുത്തുചാട്ടം കുറച്ച് കൂടുതൽ, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അത് അങ്ങനത്തെ ഒരു തകരാറ് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അത് പ്രായത്തിന്റെയാണ്, എല്ലാവർക്കും ഉണ്ടാവുന്നത് തന്നെ. ഞാൻ 2 ബിസിനസ് തുടങ്ങി. ഒന്ന് റിലാക്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങി, അത് എടുത്തുചാട്ടത്തിന് മുകളിൽ പോയി. രണ്ടാമത്തെ ഞാനൊരു ഗ്രീസിന്റെ ഓയിലിന്റെ ഒക്കെ ഒരു കച്ചവടം തുടങ്ങി, ബിസിനസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കോഴിക്കോട്. പുതിയ സ്റ്റാൻഡിലൊക്കെ ഞാനായിരുന്നു ഗ്രീസ് സപ്ലൈ ചെയ്ത്, വളരെ ചെറിയ പ്രായത്തില്. അങ്ങനെ ഈ ബിസിനസ് ഇല്ലാത്ത, നെറ്റ്വർക്ക് ഇല്ലാത്ത സമയത്ത് ചെയ്തോണ്ടിരുന്നതാ. അത് സത്യം പറഞ്ഞാൽ എന്റെ കയ്യിലൊരു ദേഷ്യം പിടിക്കല്. അതുകൊണ്ട് ഒറ്റ കാരണം കൊണ്ട് 2 സ്ഥാപനം പൊട്ടിപ്പോയി, നിർത്തിപ്പോയി. അപ്പൊ അത് ഞാൻ മനസ്സിലാക്കി, ബിസിനസ് ചെയ്യണേ കുറച്ച് ക്ഷമ വേണം. 9 ആളെ ക്ഷമയും ഒരാളെ ബുദ്ധി ഉണ്ടെങ്കിൽ ഡയറക്ടർ ആവാൻ പറ്റുള്ളൂ. 9 ആളെ ക്ഷമയും ഒരാളെ ബുദ്ധിയും ഉണ്ടെങ്കിൽ ഇന്ത്യൻ ഡയറക്ടർ ആവാൻ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ ആ ക്ഷമ ഉണ്ടാക്കിയെടുക്കണം ശരിക്കും നന്നായിട്ട്. അപ്പൊ സത്യം പറഞ്ഞാൽ അത് വേറെ ഒന്നും ഉണ്ടാവില്ല. മൈ ലൈഫ് സ്റ്റൈല് വന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് അങ്ങ് വരും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറെ കുറയും. അതില്ല, അതുണ്ടെങ്കിൽ ഒരിക്കലും ടീം ഡെവലപ്പ് ആവില്ല. കാരണം അത് എന്റെ ടീം ഒരു തവണ കറക്റ്റ് ചെയ്താ. ഞാൻ എന്റെ ലീഡേഴ്സിനെ വിളിക്കുകയാണ്, സ്റ്റാർട്ടിങ് ലീഡേഴ്സിനെ വിളിക്കുന്ന സമയത്ത് എനിക്ക് സംശയം തോന്നി, എനിക്ക് എന്തൊക്കെയോ തകരാറുണ്ടെന്ന്. എന്റെ ബിസിനസ് കയറുന്നില്ലെങ്കിൽ അതിന്റെ തകരാറാണല്ലോ. തകരാറാണെന്ന് തോന്നിയപ്പോൾ ഞാൻ എന്റെ ലീഡേഴ്സിനൊക്കെ നിർത്തി ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ പറ്റി എന്ത് വേണമെങ്കിലും എഴുതാം, പറയേണ്ടത് പറയാം, നോ പ്രോബ്ലം, പക്ഷെ എനിക്ക് നന്നാവണം എന്ന് അവരോട് ആവശ്യപ്പെട്ടപ്പോ അവര് പേപ്പർ എഴുതി തന്നു. ഭവനെ സാർ, നിങ്ങളെ ദേഷ്യം ഒന്ന് കുറയ്ക്കണം. എന്റെ ലീഡർമാരൊക്കെ എഴുതുന്നതാ, ഭൂരിഭാഗം ആൾക്കാർ. അപ്പൊ എനിക്ക് തോന്നി ഞാൻ കുറച്ച് ഡേഞ്ചറാണ്, അപ്പൊ അതുകൊണ്ട് അതൊന്ന് കൺട്രോൾ ചെയ്യണം. സത്യം പറഞ്ഞാൽ അവർ അന്ന് എന്റെ മുഖത്ത് പറഞ്ഞ പോലെ പേപ്പർ എഴുതി തന്നു. പക്ഷെ പറയാനുള്ള മടി കൊണ്ട് അവര് എഴുതി തന്നത്. എന്തായാലും അവർ എഴുത്ത് തീർച്ചയായിട്ടും വലിയൊരു മാറ്റം എനിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് കറക്റ്റ് ആവണമെങ്കിൽ നിങ്ങൾ അസോസിയേറ്റോട് പറഞ്ഞു. ഞാൻ ഇപ്പോഴും എന്റെ ലീഡേഴ്സിന് പറയാറ്, എന്നെ പറ്റി എന്ത് നെഗറ്റിവിറ്റി നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞു. കാരണം എനിക്ക് നന്നാണെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ അറിവില്ലായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. എന്നെക്കാൾ മുതിർന്ന ആൾക്കാർ എന്നെ കൂടുതലുള്ളത്. ഇപ്പൊ ഞാൻ എന്റെ പ്രായം കൊണ്ട് ഇന്ന് ഏജിലും GC ഇട്ടും പ്രായം കുറഞ്ഞ ലീഡർ ഞാനാണ്. അപ്പൊ പ്രായത്തിൻ്റെതായ കുറെ പ്രശ്നം എനിക്കുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ എന്തായാലും ഇതെല്ലാം ഞാൻ അവരോട് പറയും. എന്തുണ്ടെങ്കിലും നിങ്ങൾ എന്നോട് തുറന്നു പറഞ്ഞു. ഞാൻ കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വന്നാൽ, പ്രയാസം വന്നാൽ നിങ്ങൾക്ക് തുറന്നു പറയാം, ഞാനത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കും എന്ന് പറയും. അപ്പൊ ഇങ്ങനെ നമുക്ക് ഒരു വാങ്ങലും കൊടുക്കലുമാണ് മൈ ലൈഫ് സ്റ്റൈൽ. എന്തായാലും ഒരു 5 വർഷത്തെ പ്രോജക്റ്റ് ആണിത്. ഒരു 5 വർഷം ഒരു MBBS ഡോക്ടർ ആവുന്നത് പോലെ അല്ലെ, ഡിഗ്രി ചെയ്യുന്നത് പോലെ ഡയറക്ടർ ആവണമെങ്കിൽ ഒരു 5 വർഷത്തെ കോഴ്സ് പോലെ നിങ്ങൾ ഇതിനെ കാണുക, അല്ലെ 4 വർഷം അല്ലെ 3 വർഷത്തെ ഡിഗ്രി പോലെ കാണുക. ആദ്യത്തെ ഒരു വർഷം നിങ്ങൾ ടീം ഉണ്ടാക്കുക. ആ സമയത്ത് നിങ്ങൾ വേറൊന്നും പ്രതീക്ഷിക്കില്ല, ഇങ്ങൊന്നും പ്രതീക്ഷിക്കേണ്ട. 500 ആയിരമൊക്കെ ഉണ്ടാവുള്ളൂ, 1000-2000 ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ ടീം ഉണ്ടായി കഴിഞ്ഞാൽ 2ാമത്തെ വർഷം അവരെ പഠിപ്പിക്കണം. ടീമിലെ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ച 1 വർഷം കൊണ്ട് നിങ്ങൾ പഠിച്ച കാര്യം അവരെ പഠിപ്പിക്കണം. നിങ്ങൾ പഠിക്കാൻ ഇപ്പൊ പലരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രയാസം എന്താ വെച്ച് കഴിഞ്ഞാല്, അവര് പഠിക്കാൻ തയ്യാറല്ല. ആദ്യത്തെ വർഷത്തെ പണി ശരിക്കും പഠിക്കല, നമ്മൾ പഠിക്കല എന്ന് പറഞ്ഞാൽ ടീം ഉണ്ടാക്കാൻ പഠിക്കലാണ്. 2ാമത്തെ വർഷത്തെ പണി അവരെ പഠിപ്പിക്കല. 3ാമത്തെ വർഷമാണ് മെയിൻറ്റെയിൻ ചെയ്യുക, ആളുകളെ വിട്ടുപോകാതെ സ്നേഹത്തോട് കൂടെ നിർത്തുകണ്ട എല്ലാവരും. എന്റെ ടീമിൽ ഒറ്റ ബ്രോൺസ് നിർത്താൻ പാടില്ല, എന്റെ ടീമിൽ ഒറ്റ സ്റ്റാറും നിർത്താൻ പാടില്ല, എന്റെ ടീമിൽ ഒറ്റ TC നിർത്തില്ല. അങ്ങനെയൊക്കെ തീരുമാനം എടുക്കണം. നമുക്ക് എടുക്കണമെങ്കിൽ അവരെ ഹോൾഡ് ചെയ്യാൻ കഴിയണം. ഇങ്ങനെ ഹോൾഡ് ചെയ്ത് മൂവ് ചെയ്യാണ് നമുക്ക് വേണ്ടത്. അപ്പോ തുടക്ക സമയത്ത് റീറ്റെയിലുമായി ബന്ധപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞു. കസ്റ്റമറെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടർ ആക്കുന്ന കാര്യം പറഞ്ഞു. ലോകത്തില് കസ്റ്റമർ ഡിസ്ട്രിബ്യൂട്ടർ ആക്കാൻ പറ്റുന്ന ഒരു വ്യവസായമായിട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നെറ്റ്വർക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. സാധാരണഗതിയിൽ കസ്റ്റമർ എന്നും കസ്റ്റമറാണ്. അതായത് ഇപ്പോൾ നമ്മളെല്ലാവരും ചേർന്നുകൊണ്ട് ഒരു ഹോട്ടൽ തുടങ്ങുകയാണ്. നമ്മളെല്ലാവരും ചേർന്ന് ഹോട്ടൽ തുടങ്ങുകയാണ്. നമ്മൾ തുടങ്ങിയ ഹോട്ടലില് ഒരാൾ ചായ കുടിച്ചു കഴിഞ്ഞാൽ അയാളെ നമുക്ക് നമ്മളെ പാർട്ണറാക്കാൻ പറ്റില്ലല്ലോ.
നമ്മൾ ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്ന് ഒരാൾ തുണി മേടിച്ചു, ആ തുണി വാങ്ങിയ ആളെ നമ്മുടെ കസ്റ്റമർ പാർട്ണറാക്കാൻ പറ്റില്ലല്ലോ. എന്നാൽ മൈ ലൈഫ് സ്റ്റൈൽ നമ്മളൊരു സോപ്പ് വാങ്ങിച്ച ഒരാള്, അയാളെ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ പാർട്ണറാക്കാം, അല്ലെ? ഒന്ന് ആലോചിച്ച് നോക്കണം, കസ്റ്റമറെ ഡിസ്ട്രിബ്യൂട്ടർ ആക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് മൈ ലൈഫ് സ്റ്റൈൽ. അതുകൊണ്ട് തന്നെ നെറ്റ്വർക്ക് വളരെ നമ്പർ ഓഫ് ഔട്ട്ലെറ്റ് വളർത്തിയെടുക്കാനും വളരെ ഈസിയാണ്, ഒരു പോലും ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ. ഇതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഒക്കെ മന്ത്ലി ടേൺ ഓവർ ഏകദേശം 50 ലക്ഷത്തോളം വരുന്നത്, 9 ലക്ഷത്തോളം വരുന്നത്, 50 ലക്ഷത്തോളം, 50 ലക്ഷത്തിനടുത്ത് ടേൺ ഓവർ ഒരു പെർ മന്ത്ലി വരുന്നതിന്റെ കാരണം നമ്പർ ഓഫ് ഔട്ട്ലെറ്റ് തന്നെയാണ്, അല്ലെ? അല്ലാതെ എത്രയും കച്ചവടം വരുമോ? ഞാൻ ഒറ്റയ്ക്ക് ഇപ്പൊ റിട്ടർ ചെയ്താൽ നടക്കുമോ? ഒറ്റയ്ക്ക് ചെയ്താൽ നടക്കുമോ? അപ്പൊ എനിക്ക് ഒരുപാട് ഔട്ട്ലെറ്റ് ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണത്, അല്ലെ? അപ്പൊ ആ ഔട്ട്ലെറ്റ് കാരണമാണ് അത്രയും കച്ചവടം വരുന്നത്. അപ്പൊ ഇങ്ങനെ കസ്റ്റമർ ഡിസ്ട്രിബ്യൂട്ടർ ആവുന്നതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ചെലവില്ലാതെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ഓട്ടോമാറ്റിക് വരികയും വളരെ ഫാസ്റ്റ് നമ്മുടെ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുകയും അങ്ങനെ വേൾഡ് വൈഡ് ആയിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാനൊക്കെ പറ്റുന്ന കൺസെപ്റ്റ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായിട്ട് പഠിക്കണം ബിസിനസ്. പഠിക്കുക മീൻസ് നമ്മൾ ഇരുന്നും കണ്ട് എഴുതിയെടുക്കുക എന്നൊന്നല്ല, അത് നിർബന്ധമൊന്നുമില്ല. അത് നമ്മൾ കേട്ട് തന്നെ കേട്ടാൽ മതി. കേട്ട് തന്നെ കേൾക്കുകയും പറഞ്ഞ് തന്നെ പറയുകയും ചെയ്ത് തന്നെ ചെയ്യുകയും ചെയ്താൽ ഏതൊരാളും എക്സ്പേർട്ട് ആവും, അത് ഏതൊരു കാര്യത്തിലും എക്സ്പേർട്ട് ആവും. അപ്പൊ മൈ ലൈഫ് സ്റ്റൈലും സെയിം തന്നെ. പറഞ്ഞല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ, കേട്ടാലേ കേട്ടോണ്ടിരിക്കുന്നേ, ചെയ്തല്ലേ. ഇത് കേൾക്കുമ്പോൾ ഒരു അസ്വസ്ഥത തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? അതായത് കേട്ട തന്നെ കേട്ടോണ്ടിരിക്കുമ്പോൾ, തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ചെയ്ത് അവിടെ നമ്മൾ പരാജയം ഉറപ്പാണ്. മൈ ലൈഫ് സ്റ്റൈൽ സ്വഭാവം വെച്ച് തന്നെ പറയണം, തന്നെ ചെയ്യണം, തന്നെ കേൾക്കണം. ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു മനോഭാവത്തോട് കൂടിയിരിക്കണം. ആദ്യമായിട്ട് ഞാൻ കേൾക്കുകയാണ് ഈ സംഭവം, ഇതൊന്നും ഞാൻ കേട്ടിട്ടേ ഇല്ല എന്ന ലെവൽ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു മനോഭാവത്തോട് വേണം കണ്ണും തൊത്തിങ്ങൾ നോക്കി നിൽക്കാൻ. അല്ല ഇതൊക്കെ ഞാൻ എത്ര കേട്ടതാ, അത് ഞാൻ എത്ര കണ്ടതാ, ആ ആറ്റിറ്റ്യൂഡിലാണ് നിങ്ങൾ വന്നതെങ്കിൽ ഉറപ്പിച്ചു ഇവിടെ എക്സ്പേർട്ട് ആവാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പൊ എക്സ്പേർട്ട് ആവുക എന്നുള്ളതാണ് മെയിനായിട്ട്. നല്ല ഡ്രൈവർ ഉണ്ടാകുന്നത് എങ്ങനെയാ? എന്നും ഗിയർ തന്നെ മാറ്റുന്നു, അല്ലെ? എന്നും ക്ലച്ച് തന്നെ, എന്നും എക്സലേറ്റർ തന്നെ, എല്ലാ ദിവസവും ഒരേ പണി എടുത്തുകൊണ്ടിരിക്കുന്ന ഡ്രൈവർ. അപ്പൊ ഡ്രൈവർ വിചാരിക്കുക ഒരു ചേഞ്ച് വരട്ടപ്പാ എന്ന് വിചാരിച്ചു കണ്ട ആക്സിഡന്റ് പോയി ചവിട്ടിയാൽ എന്തുണ്ടാവും? ബ്രേക്കിന് പകരം. അപ്പോ ചേഞ്ച് ഒന്നും പറ്റൂല. ഒരു പ്ലാൻ ചെയ്യുമ്പോ ചെയ്ത് തന്നെ കണ്ടിന്യൂസ് ചെയ്യാൻ പറ്റണം, ആവേശം കുറയാതെ. ഇപ്പൊ ജിമ്മിന് പോകുന്ന ആൾക്കാരാണെങ്കിൽ ജിമ്മിനൊക്കെ ആദ്യം പോകും, ഉഷാറായിട്ട് പോകും. പക്ഷെ പിന്നെ ചെയ്ത് ചടച്ചിട്ട് അവസാനം നിർത്തും, അല്ലെ? അപ്പൊ ഒരു വ്യക്തി ജീവിതത്തിൽ പരാജയപ്പെടുന്ന എപ്പോഴാന്ന് പറയാം? വിജയത്തിന്റെ തലേദിവസം. ഒരു വ്യക്തി ജീവിതത്തിൽ പരാജയപ്പെടുന്ന വിജയത്തിന്റെ തലേദിവസം. അതായത് ആ വിജയത്തിന് പ്രത്യേകതയാണ്, ദൈവത്തിന്റെ പരീക്ഷണമാണ്. ഓടുന്ന സമയത്ത് അർഹതപ്പെട്ടവരെ കയ്യിലേക്കല്ലേ സാധനം വരുള്ളൂ. ആ അർഹത ഉള്ളവരാണ് നമ്മൾ എന്ന് അറിയുന്നതിന് മുൻപേ ദൈവത്തിന്റെ ഏറുണ്ട്. നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കാലിന്റെ ഇടയിലോട്ട് കമ്പെടുത്തേറ്, ഒറ്റേറ് ദൈവത്തിന്റെ. ആ ഏറിൽ നമ്മൾ മലന്നിട്ട് വീഴും, ഉറപ്പാ വീഴും. ആ അയ്യോ ഞാൻ വീണേ, അയ്യോ പോയേ എന്ന് പറഞ്ഞു പ്രതിസന്ധിയിൽ നമ്മൾ വീണു പോകരുത്. ആ പ്രതിസന്ധിയെ മറികടക്കുന്നു പറഞ്ഞുകൊണ്ട് മറികടക്കാനുള്ള പഴുകണം. അങ്ങനെ മറികടക്കാൻ ബോധപൂർവം. അങ്ങനെ എന്റെ അനുഭവത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളെയും മറികടന്ന് വന്നുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ പ്രശ്നം വരുന്നതിന് മുമ്പ് ചിന്തിക്കുന്ന ഒരൊറ്റ കാര്യമുള്ളൂ. ഒരു പേമാരി മഴയുടെ മുമ്പ് ഇടിവിട്ടു എന്ന് വിചാരിച്ചോ, അപ്പൊ ഇടിവിട്ടിന്റെ ഉറപ്പാണ് നല്ല മഴ പെയ്യും. ഒരു പ്രശ്നം വരുമ്പോൾ ഉറപ്പാണ് എന്തോ വലിയ അച്ചീവ്മെന്റ് വരാനുണ്ട്. എന്റെ വിശ്വാസം അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ പ്രശ്നം വരുമ്പോൾ ഞാൻ സന്തോഷിക്കും. കാരണം എന്താ, എന്തോ ഒരു വലിയ അച്ചീവ്മെന്റ് വരാണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നത് എന്ന് ഞാൻ അങ്ങ് വിശ്വസിക്കുമ്പോൾ അത് സത്യമായിട്ട് മാറുകയും ഈ പ്രശ്നത്തിന്റെ ഒടുവിൽ ഒരു തർക്കമില്ല, ഒരു അച്ചീവ്മെന്റ് തന്നെ കാത്തിരിക്കുന്നുണ്ട്. വിശ്വാസമാണ് അവിടെ നമ്മളെ ആ സക്സസിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എപ്പോഴും പോസിറ്റീവ് ആണെങ്കിൽ വളരെ ഹാപ്പി ആയിട്ട് നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും, വളരെ സിമ്പിൾ ആയിട്ട്. അപ്പം പ്രശ്നങ്ങളുണ്ടാവും, പ്രശ്നങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാവും, അല്ലെ? സന്തോഷം നമ്മൾ കണ്ടെത്തേണ്ടതാണ്. പ്രശ്നം ദൈവം തന്നോണ്ടിരിക്കും. അത് നമ്മളെ പവർ അറിയാൻ വേണ്ടിയിട്ടാ, നമ്മൾ എത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ഒരാളാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വിചാരിക്കുക, പരീക്ഷണങ്ങളാണെന്ന് വിചാരിക്കുക, മറികടന്നങ്ങ് പോവുക. അപ്പം ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലുണ്ടായ കുഞ്ഞു എക്സ്പീരിയൻസുകളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് വന്നപ്പോൾ നമുക്ക് വലിയ നേട്ടം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നെക്കാളും അറിവും വിദ്യാഭ്യാസവും, അല്ലെ, സാഹചര്യങ്ങളൊക്കെ ഉള്ള പലർക്കും നമ്മളെക്കാളും വലിയ അച്ചീവറായിട്ട് മാറാൻ മൈ ലൈഫ് സ്റ്റൈൽ സാധിക്കും. അപ്പൊ ഫോക്കസ് ആയിട്ട് വർക്ക് ചെയ്യുക, അല്ലെ? ഫോക്കസ് ചെയ്യുക എന്നുള്ളത് ബിസിനസ്സിലോട്ട്, ടീമിലോട്ട് നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. ഓക്കെ, ഒത്തൊരുമയോടുകൂടി, ഐക്യത്തോടുകൂടി. മറ്റൊരാളോട് മത്സരിക്കേണ്ട കാര്യമില്ല. ഞാൻ ഒരാളോട് മത്സരിക്കുന്ന ഒരാളല്ല. ഞാൻ മറ്റൊരു ലീഡറോട് മത്സരിക്കുക, എന്നെക്കാൾ സ്പീഡിൽ പോകുന്നവരുണ്ട്, എന്നെപ്പോലെ സ്പീഡിൽ പോകുന്നവരുണ്ട്, എന്നെക്കാൾ സ്പീഡിൽ പോകുന്നു, എന്നെത്ര പോലും സ്പീഡ് ഇല്ലാത്തവരുണ്ട്. ഇങ്ങനെയൊക്കെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ മാർക്കറ്റിലുണ്ട്. പക്ഷെ ഞാനത് നോക്കാറില്ല. എന്റെ മത്സരം എന്നോട് തന്നെയാണ്, എന്റെ ഇന്നലകളോടാണ്. കഴിഞ്ഞ ആഴ്ചനേക്കാളും മെച്ചത്തിലായിരിക്കണം എനിക്ക് ഈ ആഴ്ച, നിർബന്ധമാണ്. കഴിഞ്ഞ മാസത്തിനേക്കാളും മെച്ചപ്പെട്ട മാസമായിരിക്കണം എനിക്ക് ഈ മാസം. കഴിഞ്ഞ വർഷത്തിനേക്കാളും മെച്ചപ്പെട്ട വർഷമായിരിക്കണം എനിക്ക് ഈ വർഷം. അപ്പൊ അങ്ങനെ നമ്മളോട് തന്നെ മത്സരിച്ച് വേണം ഈ ബിസിനസ് ചെയ്യാൻ വേണ്ടി. ഞാൻ സംസാരിക്കുന്നത് എന്റെ കാഴ്ചപ്പാടാട്ടോ. നിങ്ങളെ ലീഡേഴ്സ്
പല വ്യത്യസ്തമായ രീതിയിലായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ഞാൻ എന്റെ കാഴ്ചപ്പാട് ഞാൻ ഷെയർ ചെയ്യുന്നു. അതിൽ നമുക്ക് വേണ്ട കാര്യം മാത്രം എടുത്താൽ മതി, എല്ലാം ഒന്നും എടുക്കണ്ട. ഓക്കെ, നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി. ഓക്കെ, എന്തായാലും അങ്ങനെ തുടക്ക സമയത്തുണ്ടായ കസ്റ്റമർ ഉണ്ടാക്കുന്ന രീതി, നെക്സ്റ്റ് ടൈം നമ്മൾ കസ്റ്റമറെ ഡിസ്ട്രിബ്യൂട്ടർ ആക്കുന്ന രീതി, ഡിസ്ട്രിബ്യൂട്ടറെ ലീഡർ ആക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പാകത്തിലുള്ള ഒരാളായിട്ട് മാറിയെങ്കിൽ മാത്രമേ നമുക്ക് നമ്മളെക്കാളും നല്ല ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഞാൻ ഇങ്ങനെ ചെയ്യും, ഞാൻ അങ്ങനെ ചെയ്യുന്നതല്ല. ഡയറക്ട് സെല്ലിങ്ങിന് ഒരു ട്രാക്ക് ഉണ്ട്. ആ ട്രാക്ക് തന്നെ മൂവ് ചെയ്യണം. ലീഡേഴ്സ് എന്താണോ പറയുന്നത് ആ റൂട്ടിൽ തന്നെ പോകണം. ഞാൻ ഇങ്ങനെ പോകുന്നു പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഈ ബിസിനസ് മുന്നോട്ട് പോകില്ല. കാരണം ട്രഡീഷണൽ ബിസിനസ്സിൽ വിപുലികളായിരുന്ന ആളുകൾ ഇവിടെ വന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്. കാര്യം എന്താ, അത് വേറെ ഇത് വേറെ. അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഡയറക്ട് സെല്ലിംഗ്. ട്രഡീഷണൽ ബിസിനസ്സിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഡയറക്ട് സെല്ലിംഗ്. അപ്പോൾ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് ഇപ്പൊ ട്രെയിൻ ആണെന്ന് വിചാരിച്ചു, ട്രഡീഷണൽ മാർക്കറ്റിംഗ് ബസ്സാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഓട്ടോമാറ്റിക് രണ്ടും ട്രിവാൻഡ്രത്ത് പോകും. പക്ഷെ ഈ ബസ് എടുത്ത് ട്രാക്ക് കൊണ്ടുവച്ചിട്ട് ഒരു കാര്യമില്ല, അല്ലെ? ട്രെയിൻ എടുത്ത് റൂട്ട് കൊണ്ടുവച്ചിട്ടും കാര്യമില്ല. അതാണ് ട്രാക്കിലൂടെ മാത്രമേ അത് സഞ്ചരിക്കുള്ളൂ. അപ്പോൾ ഡയറക്ട് സെല്ലിങ്ങിന്റെ ട്രാക്ക് ഉണ്ട്. ഈ ട്രാക്ക് കൂടെ തന്നെ നിങ്ങൾ വരണം. അപ്പോഴേ നമുക്ക് ടേൺ ഓവർ ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് കാര്യങ്ങൾ നീക്കണം. അപ്പം എനിക്ക് നിങ്ങളോട് വേറൊരു കാര്യം പറയാം. ആറ്റിറ്റ്യൂഡ്, ABC കുറിച്ച് ഞാൻ പറഞ്ഞു വെച്ചു. ABCD. A എന്ന് പറഞ്ഞാൽ ആറ്റിറ്റ്യൂഡ്, അല്ലെ, മനോഭാവം. B എന്ന് പറഞ്ഞാൽ ബിലീഫ്, വിശ്വാസം. 100% ആയിരിക്കണം. ഞാൻ ശീലങ്ങളെ കുറിച്ചാട്ടോ പറയണേ. അതായത് ഈ ബിസിനസ്സിൽ വേണ്ട കുറച്ച് ശീലങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. നമ്മളെ ആറ്റിറ്റ്യൂഡ്, ബിലീഫ്, നമ്മുടെ വിശ്വാസം, Aയും Bയും ആണ് നമുക്ക് ശരിയാക്കി എടുക്കേണ്ടത്. നമ്മുടെ എല്ലാ ട്രെയിനിങ്ങിലും പോയിട്ട് നമ്മുടെ ആറ്റിറ്റ്യൂഡും നമ്മുടെ ബിലീഫും 100% ആക്കി മാറ്റണം. ഈ Aയും Bയും ശരിയാക്കിയാൽ CD വർക്കാവുന്നതാണ്. CD, അല്ലെ? CD വർക്കാവണമെങ്കിൽ Aയും Bയും ശരിയാണ്. C എന്ന് പറഞ്ഞാൽ കമ്മിറ്റ്മെന്റ് ആണ്. D എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേഷൻ ആണ്. C എന്ന് പറഞ്ഞാൽ കമ്മിറ്റ്മെന്റ് ആണ്. അല്ല, ഇതിനോട് നല്ല കമ്മിറ്റ്മെന്റ് ഉണ്ടാവണം. നല്ല ആറ്റിറ്റ്യൂഡും നല്ല വിശ്വാസമുള്ള ആൾക്കാർക്ക് മാത്രമേ ഇതിൽ C വരുള്ളൂ, കമ്മിറ്റ്മെന്റ് വരുള്ളൂ. ആ കമ്മിറ്റ്മെന്റ് വന്നവർക്ക് മാത്രമേ D ഒരാൾ പറഞ്ഞ അനുസരിക്കാൻ പറ്റുള്ളൂ. ഡ്യൂപ്ലിക്കേഷൻ, അല്ലെ? D ഡ്യൂപ്ലിക്കേഷൻ, കോപ്പി അടിക്കുക, അല്ലെ? ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന ലീഡറായിട്ട് നമ്മൾ മാറുക. വിജയിച്ചവർ എന്താണോ ചെയ്യുന്നത്, അവര് ഒരു കാര്യമുണ്ട്, അവരെ സ്പീച്ച് കേൾക്കുന്ന സമയത്ത്, ഇപ്പൊ ഞാൻ എന്റെ അനുഭവങ്ങൾ, എന്റെ ഐഡിയ പോലെ, എന്റെ ബുദ്ധി പോലെ ഞാൻ സംസാരിക്കുന്നത്. അതേപോലെ ഓരോ ലീഡേഴ്സും അവരുടെ എക്സ്പീരിയൻസ് പറയുമ്പോൾ നമ്മള് അവരെന്താണോ തുടക്കത്തിൽ ചെയ്തതെന്ന് അവർ പറയും, പറയാതെ പറയും. ഇതെല്ലാം കറക്റ്റ് കേട്ട് അതാണ് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ ഒരിക്കലും അവർ നിലവിൽ നിൽക്കുന്ന രീതിക്ക് അനുസരിച്ച് അവർ അങ്ങനെയല്ല. നിലവിൽ ഇപ്പൊ എന്റെ CTC അവസ്ഥയല്ല നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ തുടക്കത്തിൽ എങ്ങനെ വളർന്നു വന്നു അതാണ്. ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി പറയാം, സമയമുണ്ട്. ഞാൻ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഒരു പക്ഷേ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും കിട്ടിയാലോ തുടക്ക സമയത്ത് വർക്ക് ചെയ്യുന്ന എന്റെ ഡീറ്റെയിൽ എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഞാൻ പറഞ്ഞു, എറണാകുളത്ത് വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. കാരണം എനിക്ക് സ്വപ്നങ്ങളേ ഉള്ളൂ ഉള്ളിൽ, പക്ഷെ വേറൊന്നുമില്ല. ഞാനൊരു ഡ്രൈവറായിട്ടായിരുന്നു എറണാകുളത്ത്. കിച്ചൺ ഫിഷസിന്റെ പൊടിയാണ്. അപ്പൊ ഞാനിങ്ങനെ അവിടുത്തെ മാർക്കറ്റിലോട്ട് സപ്ലൈ ചെയ്യണം. അപ്പൊ എനിക്ക് ബാഡ്ജ് ഒന്നും ഇല്ല. അങ്ങനെ ഞാൻ ടാക്സി ബാഡ്ജ് ഒക്കെ എടുത്തിട്ടാണ്, വലിയ ലോറിയാണ് ഓടിക്കുന്നത്. അങ്ങനെ മാർക്കറ്റിലേക്ക് സാധനം കൊണ്ടുപോകണം. കാക്കി ഷർട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോവും. അപ്പൊ എനിക്ക് മുണ്ടൊക്കെ കൊടുക്കുമല്ലോ. അപ്പൊ ആറ്റിറ്റ്യൂഡ് വേറെയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് കുറച്ച് കൊച്ചി മാർക്കറ്റുമാണ്. അങ്ങനെ കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ അവിടെ നിന്ന് അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണത്. കാരണം വെച്ചാൽ അവിടെ അങ്ങനെ ഒച്ചപ്പാട് ബഹളമൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ പോകണം. വണ്ടിപ്പണിയാണല്ലോ. അപ്പൊ അങ്ങനെ നമ്മുടെ സ്വഭാവം തീരെ ശരിയാവുന്നില്ല. അപ്പൊ എനിക്ക് അങ്ങനെ ആഗ്രഹം തോന്നുക, ഈ മുണ്ടെടുത്ത ആ സ്വഭാവം മാറും. എന്നാൽ പാൻറ് എടുത്താലോ ഇൻസൈഡൊക്കെ ചെയ്താൽ നമ്മള് കുറെയൊക്കെ ഒരു ശ്രദ്ധിക്കും. നമ്മള് ആളുകൾ പറയിപ്പിക്കാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കുമല്ലോ. നമ്മുടെ ആറ്റിറ്റ്യൂഡേ മാറും. അങ്ങനെ ഒരു ആഗ്രഹം തോന്നി. അപ്പൊ എനിക്ക് തോന്നി ഒരു എക്സിക്യൂട്ടീവ് ആയിട്ട് കിട്ടിയ ഉഷാറായിരുന്നു. ഏതെങ്കിലും ഒരു മാർക്കറ്റ് സാധനം കൊണ്ട് ഈ ജോലി ആകുമ്പോൾ വെച്ചാൽ നമ്മുടെ തനി സ്വഭാവം പുറത്തു വരുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ഒച്ചട്ട് സംസാരിക്കാനൊക്കെ. അങ്ങനെ ഞങ്ങള് ചോദിച്ചു, പക്ഷെ ആരും ജോലി കിട്ടിയില്ല. അങ്ങനെ എന്റെ സുഹൃത്ത് തൃശ്ശൂരിൽ എനിക്കൊരു ജോലി തരുന്ന സ്വിച്ചസിന്റെ കമ്പനിയിലേക്ക് ജോലി കിട്ടുന്നത്. ഞാൻ അങ്ങനെ മാർക്കറ്റൊക്കെ പിടിച്ചു കൊടുത്തു, കട പിടിച്ചു കൊടുത്തു. ഓരോ വർക്കിംഗ് പാർട്ണറായിട്ടാണ് എന്നെ ആദ്യം വിളിച്ചത്. പക്ഷെ പിന്നീട് അവിടുത്തെ പെർഫോമൻസ് കൊണ്ടാണ് എനിക്ക് കേരള ഉത്തരവാദിത്തം കിട്ടി. അത് സാറൊക്കെ സംസാരിച്ചിട്ടാണ് വലിയൊരു ശമ്പളമുള്ള ജോലിയിലേക്ക് കയറിയത്. അങ്ങനെ അവിടെയാണ് ഞാൻ തുടങ്ങി. അവിടെ നിന്നാണ് ബിസിനസ് തുടങ്ങുന്നത്. തൃശ്ശൂർ വെച്ചിട്ടാണ് ഞാൻ, അവിടെ നമ്മുടെ ഓഫീസ്, അവിടെ തുടങ്ങി. അപ്പോൾ റീറ്റിലൊക്കെ ശക്തമായി ചെയ്തു. ആദ്യത്തെ ഒരു വർഷം ഞാൻ അവിടെ നല്ല രീതിയിൽ റീറ്റിലൊക്കെ ചെയ്തു. ആദ്യത്തെ 4 റാങ്ക് കയറി TC അല്ല, റൂബിയിലെത്തിയ സമയത്ത്, റൂബി എന്ന് പറഞ്ഞ റാങ്കിൽ എത്തിയ സമയത്താണ് എന്റെ കല്യാണം. സത്യം പറഞ്ഞാൽ കല്യാണം മുമ്പിൽ വന്നപ്പോഴാണ് മൈലേജ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടായത്. അതുവരെ ഉണ്ടായില്ല. കാരണം ബിഫോർ മാരേജ് ആണ്. അപ്പോൾ യൂത്ത് എന്ന് പറയും.
അപ്പൊ ബിഫോർ മാരേജ് യൂത്താ, ആഫ്റ്റർ യൂത്ത് ഉണ്ട് കേട്ടോ. നമ്മളൊക്കെ അല്ലെ കല്യാണം കഴിഞ്ഞ ശേഷം യൂത്ത് തന്നെയല്ലേ എല്ലാവരും. അപ്പൊ അതിന് മുമ്പുള്ള യൂത്ത് ആയിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു ആവശ്യമൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല ബിസിനസ്സിൽ. അങ്ങനെ അവിടെ നിന്ന് നമ്മള് കല്യാണം റൂബി റാങ്കിലാണ് കല്യാണം കഴിയുന്നത്, എറണാകുളത്തുനിന്ന് ചോറ്റാനിക്കര അമ്പലത്തിൽ നിന്നാണ് കല്യാണം. അപ്പോ പെണ്ണിവിടെയാണ്, ചളന്നൂരിലാണ്. സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട പെണ്ണാണ്. അവളെ കിട്ടാൻ വേണ്ടി തന്നെയാണ് മൈലൈഫ് ചെയ്തത്. കാരണം ഇഷ്ടപ്പെട്ട പെണ്ണാണ്. അപ്പൊ അവിടെ ചോദിച്ചു, വീട്ടിൽ ഞാൻ അച്ഛനോട് പോയി ചോദിക്കാൻ വേണ്ടി പോയതാ. പക്ഷെ അമ്മ ഉണ്ടായി വീട്ടിൽ. അപ്പൊ അമ്മയോട്, അമ്മ ഇവിടെ ഉണ്ട്, വൈഫിന് അമ്മ ഇവിടെ ഉണ്ട്, ഇപ്പൊ എന്റെ ഇവിടെ ഉണ്ട്, വീട്ടിലുണ്ട്. അപ്പൊ അമ്മയോട് പോയി ചോദിച്ചു, അമ്മ എനിക്കിങ്ങനെ ഗോപിന് ഇഷ്ടമാണ്, കല്യാണം കഴിച്ചിരുന്നു വെച്ചാൽ അമ്മയോട് ചോദിച്ചു. അപ്പൊ അമ്മ പറഞ്ഞത് ഇപ്പൊ കല്യാണമൊന്നുമില്ല, അവള് പഠിക്കുകയാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞു എപ്പോഴെങ്കിലും ഉള്ള കാര്യം ആലോചിക്കുമ്പോ എന്റെ കാര്യം ഒന്ന് പരിഗണിച്ചേക്കണേ എന്ന് പറഞ്ഞ് ഞാൻ ആ വീട്ടിൽ നിന്ന് പോകുന്നു. എനിക്ക് ഉറപ്പാണ് കിട്ടൂല, പെണ്ണിട്ടില്ല, എനിക്ക് ഉറപ്പാ. അപ്പൊ പറയാൻ പറ്റുന്ന ജോലിയില്ല, അല്ലെ വീട്ടിലെ സാഹചര്യങ്ങൾ മോശമാണ്, അപ്പൊ ഇതെല്ലാം നോക്കുമ്പോൾ പെണ്ണിട്ടില്ല ഉറപ്പാണ്. അപ്പൊ ഞാനതും പറഞ്ഞ് ഞാൻ എറണാകുളത്തേക്ക് പോവുകയും ചെയ്തു. അങ്ങനെയാണ് എറണാകുളത്തേക്ക് എത്തിപ്പെടുന്നത്. അങ്ങനെ 2017 അവസാനത്തെ നവംബറിൽ തന്നെ കല്യാണമായി. കാരണം അച്ഛൻ വിളിച്ചു, വരാന്ന് പറഞ്ഞു. അങ്ങനെ എറണാകുളത്ത് വന്നു, കണ്ടു, സെറ്റായി. അന്ന് ഞാൻ റൂബി റാങ്കിലാണ്. സത്യം പറഞ്ഞാൽ വൈഫ് പെണ്ണ് കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മാത്രം ബിസിനസ് തുടങ്ങിയ ആളാണ് ഞാൻ. അപ്പൊ അങ്ങനെ മൈ ലൈഫാണ് എനിക്കിപ്പോ ലൈഫ് എന്ന് പറയാം, എല്ലാ രീതിയിലും, കുടുംബം ആയിക്കോട്ടെ, അല്ലെ, എല്ലാം കൊണ്ടും. അങ്ങനെ ഗോപിയോട് ഞാൻ കാര്യം പറയും, ഞാനിതാ ചെയ്തത്. ഞാൻ അച്ഛനോടും അമ്മയോടും പറഞ്ഞു, ഞാനൊരു ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു അവരോട്. ബാങ്കിൽ എന്ന് പറഞ്ഞാൽ അവിടെ ATM ഫണ്ട് ആ സമയത്ത് ഞാനതായിരുന്നു. അച്ഛൻ വിളിച്ച സമയത്ത് ഞാനതായിരുന്നു പണി, ATM ഫണ്ട് സെറ്റ് ചെയ്യുക. അപ്പോ ആ പണി ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാല് അന്ന് ബാങ്കിലാണെന്ന് പറയുകയും ചെയ്തു. അവർ തെറ്റിദ്ധരിക്കുകയും ചെയ്തു, ഞാൻ ബാങ്കിലാണ് ജോലി, തെറ്റിദ്ധരിക്കുകയും ചെയ്തു അവളുടെ വീട്ടുകാർ. എന്തായാലും ചെയ്യുന്നത് മൈ ലൈഫാ. അപ്പൊ ഗോപിക്ക് കാര്യം അറിയാം. അപ്പൊ അവള് കട്ട സപ്പോർട്ടായിട്ട് അവള് ആദ്യമേ നിന്നു. അങ്ങനെ ഞങ്ങൾ ഉഷാറായിട്ട് ബിസിനസ് തുടങ്ങി, റൂബി റാങ്കിലെത്തി, കല്യാണം കഴിഞ്ഞു. ആകെപ്പെട്ട്, കല്യാണം കഴിഞ്ഞ് പെട്ടെന്നുള്ള അവസ്ഥയായി. കാരണം വെച്ചാൽ ചെലവ് കൂടുന്നൊന്നും നമ്മള് കേട്ടിട്ടൊന്നല്ല, അനുഭവിച്ചിട്ടില്ലല്ലോ. പിന്നെ അവിടെ പോണോ, ഇവിടെ പോണോ, ഇതിന് പൈസ 100 കൂട്ടം പ്രശ്നങ്ങൾ. അപ്പൊ സംഭവം നടപടിയാകുന്നില്ല. ആകെ സീനായി. അവസാനം വീട്ടില് ഞാൻ അപ്പൊ കല്യാണം കഴിഞ്ഞ 2-3 മാസം, കുറച്ച് മാസങ്ങളായിട്ടുള്ളൂ. അപ്പോഴേക്കാണ് ഞാൻ ഉള്ളിൽ പറഞ്ഞത്, ചേട്ടാ ഞാനും പഠിക്കുക. ഞാൻ പറഞ്ഞ മോശമല്ലേ ഇത്, കല്യാണം കഴിഞ്ഞ് നിന്നെ പണിക്ക് പറഞ്ഞേക്കുന്നത്. കുഴപ്പമില്ല, ഒരു രക്ഷയില്ല. അങ്ങനെ പിടുത്തം വിട്ട സമയത്ത് അവളും ഓക്കെ പറഞ്ഞു, ഞാനും ഓക്കെ പറഞ്ഞു. അങ്ങനെ അനൂപ് സാറിനെ കണ്ടു. അനൂപ് സാറിനെ സാറേ ഞങ്ങൾ ആകെ ബുദ്ധിമുട്ടിലാണ്, പുറത്തു വാങ്ങാൻ പോലും പൈസ ഇല്ലാത്ത അവസ്ഥയാണ്. അപ്പൊ 5000 രൂപയുടെ പുറത്ത് പുള്ളി കടന്നു തന്നു. ഞാൻ പറഞ്ഞ സാറേ എന്തെങ്കിലും ജോലി കൊണ്ട് സെറ്റ് ആക്കണം. അപ്പൊ അനൂപ് സാർ പറഞ്ഞു ഞാൻ നോക്കട്ടെ. എന്നിട്ട് അനൂപ് സാർ അവിടെ ഒരു ബാങ്കിൽ എന്റെ വൈഫിനൊരു ക്രെഡിറ്റ് കാർഡിന്റെ സെക്ഷനിൽ ജോലി സെറ്റായി ജോലികൾ കയറാൻ വേണ്ടി പോകുമ്പോൾ ആണ് അവർക്ക് വിശേഷം ഉണ്ടെന്ന് അറിയുന്നത്. അവർക്ക് വിശേഷം ഉണ്ടെന്ന് അറിഞ്ഞ സമയത്ത് ഒന്നും ഞാൻ നോക്കിയില്ല. ഞാൻ പറഞ്ഞു ചടങ്ങൊന്നും വേണ്ട, നീ എന്റെ വീട്ടിലോട്ട് പോയി, ഇത് ഏറ്റവും നല്ലൊരു അവസരം. അത് സത്യം പറഞ്ഞ കുഞ്ഞ് ആ സമയത്ത് അല്ലെ സെറ്റ് ആയതുകൊണ്ട് തന്നെ ഒന്നും നോക്കിയില്ല, നേരെ അവളെ വീട്ടിൽ പറഞ്ഞേച്ചു. പിന്നെ തൊട്ട് പിന്നാലെ ഞാൻ കുറെ കാലം വൈഫ് ഹൗസിൽ നിൽക്കാനുള്ള മടി കൊണ്ട് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ, ഞാൻ തനീഷ് സാറിന്റെ വീട്ടിലാണ് താമസിക്കുക. കോഴിക്കോട് വരുമ്പോൾ അത് താഴത്ത് ഞാനൊരു റൂമുണ്ട്, ആ റൂമിലാണ് താമസിക്കുക. ചേച്ചി ആ വസ്ത്രമൊക്കെ തനീഷ് സാറിന്റെ വൈഫാണ് അലക്കി തരുന്നത്. അപ്പൊ ഇങ്ങനെ കുറച്ചു കാലമൊക്കെ അങ്ങ് പോയി. പക്ഷേ സാർ എനിക്ക് ബൈക്കില്ല, അപ്പൊ സാറിന് ബൈക്ക് എടുത്താൽ ഓടിയ. അപ്പൊ കല്യാണം കഴിഞ്ഞ് വൈഫിന് ആയത്തെ വള കിട്ടിയിട്ടാണ് ആയത്തെ ബൈക്ക് മേടിച്ചത്. ഫസ്റ്റ് ബൈക്ക് മേടിച്ചു അത് തന്നെ. കാരണം ഇത്രയും കത്തുന്നൊരു തീ ഉള്ളിലുകൊണ്ടാണ്, ഫയറിലുള്ള ആളായതുകൊണ്ടാണ് രക്ഷപ്പെട്ടേ എന്ന ഭ്രാന്തമായ ഓട്ടമാണ് സക്സസിൽ എത്തിച്ചത്. അപ്പൊ നമുക്ക് കഴിവില്ലായിട്ടല്ല, നമുക്ക് കത്തുന്ന ആഗ്രഹങ്ങളില്ലാത്തതുകൊണ്ടാണല്ലോ, പ്രശ്നങ്ങളില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഒരു പക്ഷേ മൈലേജ് സ്റ്റൈലിൽ ഓടാനൊരു മടിയൊക്കെ ഒരു പക്ഷേ തോന്നുന്നു. അപ്പൊ എനിക്ക് അങ്ങനത്തെ സംഭവം ഉണ്ടായി. നേരെ ഞാനൊന്നും ഒന്നും നോക്കിയില്ല. എന്താ പറയാ, അമ്മ എപ്പോഴും എന്താ പറയാ ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ്, നല്ല രീതിയിൽ ആണായിട്ട് ജീവിക്കണം, നല്ല സ്ട്രോങ് ആയിരിക്കണം, പവർഫുൾ ആയിരിക്കണം, നല്ല ധൈര്യം ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ വളർത്തിയത്. അപ്പൊ അങ്ങനെ വന്ന സമയത്ത് അവസ്ഥ നല്ല മോശമായി. ഞാൻ ഭാര്യ വീട്ടിൽ താമസിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായി. കാരണം വേറെ രക്ഷയില്ല, വാടക കൊടുക്കാൻ പൈസ ഇല്ല. 1500 രൂപ വാടക കൊടുക്കാൻ ആ റൂബി റാങ്കിലും കോർഡിനേറ്റർ റാങ്കിലും TC റാങ്കിലും ഒന്നും ഇല്ല. അങ്ങനെ ഞാൻ നേരെ ഭാര്യ വീട്ടിൽ താമസിക്കാൻ തയ്യാറായി. നേരെ എന്റെ വീട്ടിൽ നിന്ന് കട്ടിലും കിടക്കയും സാധനങ്ങളെല്ലാം കൂടി എടുത്ത് ഞാൻ തന്നെ എറണാകുളത്ത് ലോറി ഓടിച്ച് എന്റെ കോഴിക്കോട് വൈഫ് ഹൗസിൽ ഓടിട്ട വീടാണ്, ചെറിയൊരു വീടാണ്. ആ വീടിന്റെ ഒരു തട്ടുംപുറം എന്ന് പറയുമല്ലോ, ആ സ്ഥലത്ത് അച്ഛൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ കട്ടിൽ വെച്ചു, കിടക്ക വെച്ചു, അതിന്റെ മുകളൊക്കെ സാധനങ്ങളൊക്കെ അടുക്കി വെച്ച് അങ്ങനെ ഒരു നാണവും ഇല്ലാതെ ഞാൻ ഭാര്യ വീട്ടിലങ്ങ് താമസം. സത്യം പറഞ്ഞാൽ അന്ന് നാണം കെട്ട ഒരവസ്ഥയായിരുന്നു എങ്കിൽ സത്യം പറഞ്ഞാൽ ദൈവം മനഃപൂർവ്വം ചെയ്തതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്, എന്റെ സ്വഭാവം വെച്ചിട്ട്. കാരണം ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കേട്ടോ, അന്ന് നോക്കിയപ്പോൾ എനിക്ക് നാണക്കേടായിരുന്നു. പക്ഷെ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഉറപ്പിച്ചു അത് ദൈവം മനഃപൂർവ്വം ചെയ്തൊരു പണിയാണ്. കാരണം എന്റെ മടി ഒഴിവാക്കാൻ വേണ്ടിയിട്ട്.
കാരണം ദൈവം തരുന്നതൊക്കെ നമ്മുടെ പരീക്ഷണത്തിനാണ്. അത് പോസിറ്റീവായി കാണുകയാണെങ്കിൽ മാത്രമേ അങ്ങനെ കാണാൻ പറ്റൂ. അല്ലാണ്ട് എനിക്ക് കഷ്ടപ്പാട് തന്നു, എനിക്ക് ദാരിദ്ര്യം തന്നു, എനിക്ക് ദുരിതം തന്നുമാണ് പറയുന്നതെങ്കിൽ ഓക്കെ. ഞാൻ വിശ്വസിക്കുന്നത് അത് എന്നെ മനഃപൂർവ്വം എന്നെ കൊണ്ടിട്ടാണ് ദൈവം. സത്യം പറഞ്ഞാൽ അന്ന് സംഭവിച്ച വർക്കിംഗ് സ്റ്റൈൽ ഞാൻ പറഞ്ഞത് 2018 ഈ സംഭവം നടക്കുന്നത്. 2018 നിപ്പ വൈറസ് ഒക്കെ വന്നു നിൽക്കുന്ന സമയമാണ്. എന്റെ വൈഫ് പ്രഗ്നന്റ് ആണ്. അങ്ങനെ ഞാൻ രാവിലെ 7 മണിക്ക് വേഗം വീട്ടിൽ നിന്ന് വർക്കിന് ഇറങ്ങും. ഞാൻ നല്ല കുട്ടിയായിട്ട് ഇറങ്ങിയല്ല കേട്ടോ, അമ്മായിപ്പനെ കാണാനുള്ള പ്രയാസം കൊണ്ടാ. അച്ഛനെ കുറച്ച് പേടിയുണ്ട്. അപ്പോ കാരണം നമുക്ക് പൊതുവെ നമുക്ക് അങ്ങനെ അച്ഛനെ പേടിയില്ലാത്തതുകൊണ്ട്, കാരണം അങ്ങനെ ആണുങ്ങൾ നമ്മൾ പഠിച്ചില്ല, പക്ഷെ അച്ഛനെ നമുക്കൊരു ബഹുമാനം ഉണ്ടാവുമല്ലോ. അപ്പൊ അച്ഛൻ നമ്മളെ കൂടെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അച്ഛനെ കുറിച്ചുള്ളൊന്നും അറിയില്ല. പക്ഷെ ഭയങ്കര ഇഷ്ടമാണ് അച്ഛനൊക്കെ. പക്ഷെ അമ്മായിപ്പനെ കണ്ടപ്പോ ഞാൻ ആ റെസ്പെക്ട് കൊണ്ട് തന്നെ അദ്ദേഹം വരുന്നതിന് മുമ്പേ വേഗം പോകണം. അപ്പൊ 7 മണിയാകുമ്പോൾ വേഗം പുറത്തിറങ്ങണം. അത് ഏറ്റവും വർക്കുണ്ടോ ഇല്ലയോ എന്ന് നോക്കൂല, അങ്ങ് ഇറങ്ങും. എന്നിട്ട് അസോസിയേറ്റ് വീട്ടിൽ പോയി കുത്തിരിക്കും. 10 ചായ അടിക്കാൻ ഇവിടെ വീട്ടിൽ വരാൻ താല്പര്യമുണ്ട്, വരാൻ പറ്റുമോ? ഭാര്യയോടല്ലേ. ഉച്ചയ്ക്ക് ചോറിനാൻ വരാൻ പറ്റുമോ? അതൊക്കെ അന്ന് ശീലമായി പോയി. ഒക്കെ അസോസിയേറ്റ് വീട്ടിൽ നിന്ന് കഴിച്ചു തുടങ്ങി. സത്യം പറഞ്ഞാൽ അന്ന് പഠിച്ചൊരു പാഠമാണ്. ഏറ്റവും നന്നായിട്ട് ടീം നന്നായി ഐക്യം ഉണ്ടാവണമെങ്കിൽ ഒരുമിച്ചുള്ള ഭക്ഷണം കഴിക്കലും ഒരുമിച്ചുള്ള യാത്രയാണ് ഒരു ടീമിനെ നല്ല ഐക്യമുള്ള ആൾക്കാരാക്കി മാറ്റുന്നത്. അത് സത്യം പറഞ്ഞാൽ അപ്പൊ അദ്ദേഹം പഠിപ്പിച്ച്. അങ്ങനെ ഞാൻ 10 ചായ, ഉച്ചക്കത്ത് ചോറ്, വൈകുന്നേരത്തെ ചായ ഒക്കെ അസോസിയേഷന്റെ വീട്ടിൽ നിന്ന് കഴിച്ചപ്പോൾ വേഗം ടീം അങ്ങ് സെറ്റായി. ഒറ്റ കൊല്ലം ഈ 9 മാസം വൈഫ് പ്രഗ്നന്റ് ആകുന്ന സാഹചര്യത്തിൽ ഭാര്യ വീട്ടിൽ നിന്ന് ഒറ്റ കാരണം കൊണ്ട് എന്റെ റാങ്ക് മാറി കേട്ടാൽ ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ട്. അന്ന് TC റാങ്കിലാണ് ഞാൻ ഭാര്യ വീട്ടിലേക്ക് കയറിയതെങ്കിൽ ATC, GTC, ZTC, STC 5 റാങ്കുകളാണ് ഒറ്റയടിക്ക് നമുക്ക് അങ്ങ് ആ ഭാര്യ വീട്ടിൽ നിന്ന് മാറിപ്പോയത്. 2019 ജനുവരി മാസം, മാർച്ച് മാസത്തിലേക്ക് ഞാൻ സ്റ്റേറ്റ് ടീം കോർഡിനേറ്ററായി. സത്യം പറഞ്ഞാൽ അന്ന് അത്ര വേഗത്തിൽ പോവുകയും അന്ന് ദുബായ് ട്രിപ്പ് നമുക്കുണ്ടായി. നമ്മൾ TC റാങ്കിലെ ടാർഗറ്റ് ആയിരുന്നു, ഡിസ്ട്രിബ്യൂട്ടറാണ് TC ടാർഗറ്റ്. ആ ടാർഗറ്റ് ദുബായ് ട്രിപ്പ് അടിച്ച സമയത്ത് ദുബായിൽ ഈ ധനീഷ് സാറ് ടോട്ടൽ പറഞ്ഞത് ഞാൻ മാത്രം അച്ചീവർ ആയിരുന്നു. അതിനർത്ഥം ഏറ്റവും വലിയ പ്രശ്നക്കാരൻ ഞാനാണെന്ന. ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ള ആൾക്കാണ് ഏറ്റവും കൂടുതൽ പോവുക. അതുകൊണ്ട് അന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നക്കാരൻ ഞാനായിരിക്കും. അതുകൊണ്ട് ഞാൻ അന്ന് ദുബായ് ട്രിപ്പ് വിന്നറായി. ഞാൻ മാത്രം, ധനീഷ് സാറ് ടോട്ടൽ പറഞ്ഞത് ഞാൻ മാത്രം ദുബായ് ട്രിപ്പ് വിന്നറായി. അപ്പം സത്യം പറഞ്ഞാൽ അത് അടിക്കാൻ വേണ്ടി ഓടിയൊന്നുമല്ല, സത്യം പറഞ്ഞ പ്രശ്നം കൊണ്ട് ഓടിപ്പോയതാ. നിങ്ങളല്ലേ പുലി വരുന്ന, ഇപ്പൊ ഈ പുലി പിടിക്കുന്ന കഥ പറഞ്ഞു ലിസാർ പറയാറുണ്ട്. അതായത് ഇങ്ങനെ പുലി ഇങ്ങനെ മുയലിന് ഓടിക്കും, കിട്ടുന്നില്ല, എത്ര ഓടിച്ചും കിട്ടുന്നില്ല. അവസാനം മുയൽ പോയിട്ട് കൂട്ടിക്കയറി. മുയൽ കൂട്ടിക്കയറിയ സമയത്ത് പുലി പോയി ചോദിച്ചു, അല്ല ഞാൻ എത്ര ഓടിച്ച് എന്നെ കിട്ടാത്തത് കൊണ്ടാന്ന് ചോദിച്ച സമയത്ത് മുയൽ പറഞ്ഞ ഉത്തരമുണ്ട്, നീ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഓടുകയാണ്, ഞാൻ എന്റെ ജീവൻ കിട്ടാൻ വേണ്ടി ഓടുകയാണ്. അപ്പൊ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാൻ വേണ്ടി ഓടുന്നവനും ജീവൻ കിട്ടാൻ വേണ്ടി ഓടുന്നതും തമ്മിൽ നല്ല വ്യത്യാസം, ഓട്ടത്തിന് വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മളെ ജീവൻ കിട്ടാൻ വേണ്ടി ഓട്ടമാണ്. സത്യം പറഞ്ഞാല് 9 മാസം ഭാര്യയോട് നിൽക്കേണ്ട അവസ്ഥ വന്ന് വാഴെടുക്കാൻ പറ്റില്ലായിട്ടാ. പക്ഷെ എന്റെ വൈഫിന്റെ വയറിങ്ങനെ വലുതാകുന്നതിനനുസരിച്ച് എനിക്ക് ആകെ ടെൻഷനാണ്. ദൈവമേ ഇത് എവിടേക്ക് കൊണ്ടുപോകും? വാട കൊടുക്കണമെങ്കിൽ പൈസ വേണ്ടേ? ഇങ്ങനെ സത്യം പറഞ്ഞ ആ 9 മാസം ഉണ്ടായ ആ ബുദ്ധിമുട്ടുണ്ടല്ലോ, ആ പ്രയാസമാണ്. പക്ഷെ പിന്നീട് ഒരു 6,000 രൂപ റെന്റ് ഒരു വീട്ടിലോട്ട് താമസം മാറി. 2018 കഥയാണ്. താമസം മാറി. ഇന്ന് എന്റെ ആദ്യ കുഞ്ഞിന്റെ അവസ്ഥ എങ്ങനെയായിരുന്നു? ആ ബൈക്കിലാണ് യാത്ര. അപ്പോ കാറില്ല, കാരണം കുഞ്ഞിനെ മഴ കൊള്ളിക്കാതെ വീട്ടിലേക്കാണ് കൊണ്ട് കാർ എടുക്കുന്ന ആഗ്രഹമുണ്ട്. പക്ഷേ അച്ഛൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഞാൻ ബാങ്കിലാണ് ജോലി, ഞാൻ എറണാകുളത്താണ്, കാറൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, അച്ഛൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് അച്ഛൻ പറയും, നല്ലൊരു കഴുങ്ങുണ്ടായിരുന്നു ഇവിടെ ഫ്രണ്ടില്, എനിക്ക് കാറുണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത് മുറിച്ചത്. നല്ല കഴുങ്ങുണ്ട്, അടക്കമുള്ള തമാശ അറിയാം അച്ഛൻ. അപ്പൊ ഞാൻ ആ പ്രയാസം കേൾക്കുമ്പോ സത്യം പറഞ്ഞാൽ ഉള്ളൊരു വിഷമമല്ല. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഒരു സെക്കൻഡ് ഹാൻഡ് കാർ ആദ്യം മേടിച്ചു. STC ആയപ്പോ ഒരു ഓൾട്ടോ, ഒരു സെക്കൻഡ് ഹാൻഡ് കാർ 10,000 കിലോമീറ്റർ മാത്രം ഓടി, ഒരു വൈറ്റ് കാർ. വലിയ സാറാണ് അത് സെറ്റാക്കി തന്നത്. ആ കാർ എടുത്ത് ഞാൻ ആദ്യം കൊണ്ടുപോയത് എന്റെ ഭാര്യ വീടിന്റെ മുറ്റത്തേക്കാണ്. കാരണം ഇത് കേട്ടത് എന്റെ ഉള്ളിൽ എവിടെയോ തട്ടിപ്പോയി. ആ തട്ടിയത് ചെറിയ സംഭവമാണ്, വലിയ സംഭവമൊന്നുമല്ല, അദ്ദേഹം വലിയതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് ചെറിയ കാർ ഞാൻ ആ വീടിന്റെ മുറ്റത്തേക്കാണ് എത്തിച്ചത്. സത്യം പറഞ്ഞാൽ അംഗീകരിച്ചു. അപ്പോ അവിടെ നമുക്കൊരു വിലകേടുണ്ടായ ഫാമിലിയിൽ നിന്നും ചെറിയ അച്ചീവ്മെന്റിൽ അവർ മാറി. അങ്ങനെ രണ്ടാമത് ഞാൻ ദുബായ് ട്രിപ്പ് പോയപ്പോൾ അച്ഛനൊക്കെയാണ് യാത്ര അയക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒന്നും കൂടി ഒരു വാല്യൂ അവിടെ വന്നു. അങ്ങനെ നമ്മളെ കളിയാക്കി, കുറ്റപ്പെടുത്തിയ, പുച്ഛിച്ച അല്ലെ ആളുകൾ എല്ലാവരും മുമ്പ്. പക്ഷെ വീട്ടുകാരനോട്ടോ ഞാൻ പറയുന്നത്, വീട്ടുകാരങ്ങനെ ഒരിക്കലും ചെയ്യില്ല. അപ്പം എന്റെ വൈഫിന്റെ അച്ഛനമ്മ എന്നൊക്കെ പറഞ്ഞ അത്രയും സപ്പോർട്ട് ചെയ്യും, സ്വന്തം മക്കളെ പോലെ അത്രയും സപ്പോർട്ടീവ്. ബാക്കി എല്ലാ ആളുകളും എന്തായാലും കളിയാക്കുമല്ലോ ഈ ഇൻഡസ്ട്രിയില്. അപ്പൊ എല്ലാവരുടെ മുമ്പിലും നമ്മൾ തീർച്ചയായും വാശിയോട് കൂടി, അത് അവരെ തോൽപ്പിക്കാനല്ല, നമുക്ക് ജയിക്കാനുള്ള ഒരു വാശി വെച്ചാൽ നമുക്കത് ഗുണമാണ്. അപ്പൊ ഇങ്ങനെ TC STC റാങ്കിലൊന്നും കറച്ചീവ് ചെയ്യുന്നു. നേരെ വീട്ടിൽ താമസം മാറി. പക്ഷെ ഇന്ന സിറ്റുവേഷൻ നേരെ ഓപ്പോസിറ്റ് ആട്ടോ. എന്റെ വൈഫ് രണ്ടാമത്തെ പ്രഗ്നന്റ് ആണ്. ആദ്യത്തെ കുഞ്ഞിന് ഇപ്പൊ
വയസ്സ് കഴിഞ്ഞ് 1ാം ക്ലാസ്സിൽ പഠിക്കുവാണ്. രണ്ടാമത്തെ കുഞ്ഞിന് വൈഫ് ഇപ്പം പ്രഗ്നന്റ് ആണ്. മിക്കവാറും ഈ മാസം നെക്സ്റ്റ് മന്ത് ഡെലിവറിയാണ്. ഈ മാസം അവസാനത്തോട്ട് ഡെലിവറിയാണ്. പക്ഷെ ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് കോഴിക്കോട് ലാൻഡ്മാർക്കിന്റെ ഒരു പ്രോപ്പർട്ടിയിലാണ് സംസാരിക്കുന്നത്. ഒന്ന് ആലോചിക്കണം, 26ാമത്തെ വയസ്സിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് ഞാൻ എന്റെ ഫ്ലാറ്റിലോട്ട് കയറുന്ന സമയത്തും സെക്യൂരിറ്റി തുറക്കുമ്പോൾ ഞാൻ രാത്രി എപ്പോഴും ഇന്നലെയൊക്കെ ഞാൻ 12 മണിയാവും വീട്ടിലെത്തുമ്പോൾ, ലേറ്റ് ആവും. അപ്പോൾ പാലക്കാട് എറണാകുളത്തൊക്കെയാണ്, രാത്രിയാണ്, പുലർച്ചയ്ക്കൊക്കെയാണ് ഞാൻ യാത്ര ചെയ്ത് വരുന്നത്. വരുന്ന സമയത്ത് ഈ സെക്യൂരിറ്റി വന്നിങ്ങാണ്ട് ആ പാവം രാത്രി ഉറക്കത്തുനിന്ന് ഇങ്ങനെ കണ്ണുമുറിച്ച് അദ്ദേഹം വന്ന് ഡോർ തുറക്കും. ഞാൻ ഇങ്ങനെ കാറിൽ നിന്ന് ആലോചിക്കും, ദൈവമേ ഇത് നമുക്ക് ഭയങ്കര എന്തോ ഒരു പോലെ. കാരണം അദ്ദേഹം ഉറങ്ങി വരുന്ന, അദ്ദേഹം വന്ന് ഗേറ്റ് തുറക്കുന്നു, സലാം പറഞ്ഞിട്ട് അല്ലെ ഗേറ്റ് അടയ്ക്കുന്നു. അപ്പൊ നമ്മുടെ വീട്ടിലോട്ട് വരുമ്പോൾ പോലും ഗേറ്റ് പോലും തുറക്കേണ്ട പണി ഇപ്പോൾ ഇല്ല. പക്ഷെ അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലിലോട്ട് കഴിഞ്ഞ 4 വർഷമായിട്ട് മാറാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, പവർ ഓഫ് മൈ ലൈഫ് സ്റ്റൈൽ അല്ലെ, നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ആ ഒരു ലെവലിലോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത്. അപ്പൊ എറണാകുളത്ത് എനിക്കൊരു ഫ്ലാറ്റ് ഉണ്ട്. ഇപ്പോ എറണാകുളത്ത് ഒരു ഫ്ലാറ്റ്, ഒരു വാടക എടുക്കാൻ പറ്റാത്ത അവസ്ഥയുള്ള ആളാണ്. ഇപ്പോൾ അവിടെയും ഫ്ലാറ്റ് ഉണ്ട്, ഇവിടെയും ഫ്ലാറ്റ് ഉണ്ട്. ഞാൻ വീടിന്റെ പണി ഒരു പോലും കടവില്ലാതെ പഴയ എന്റെ ഓടിട്ട എന്റെ സ്വന്തം തറവാട് വീട് ഞാൻ പൊളിച്ച് നന്നാക്കി ആ വീട്, ഒരു രൂപയും കടവില്ല. മൈ ലൈഫ് കിട്ടുന്ന പൈസ കൊണ്ട് മാത്രം ചെയ്തൊരു കാര്യമാണ്. ഇപ്പൊ കാർ വീട്, എനിക്ക് ഏറ്റവും ഡ്രീം ഹൗസ് ഉണ്ടാക്കാനുള്ള പണിപ്പുരയിലാണ് ഇപ്പൊ ഞാനൊരു സ്ഥലം, 20 സെന്റ് സ്ഥലം, അതിന്റെ പേപ്പർ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ. അപ്പൊ എനിക്ക് ഒരു ഡ്രീം ഹൗസ് ഞാൻ വിചാരിച്ച ലെവലിൽ ഒരു വീട് സെറ്റ് ചെയ്യണം, ITC കൂടി പണി സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇപ്പം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ പേപ്പർ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒന്ന് ആലോചിക്കണം, ഇങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന ലൈഫ് സ്റ്റൈലിലോട്ട് കൊണ്ടുപോവുകയാണ് നമ്മൾ. ഒരു 5 വർഷത്തെ ഹാർഡ് വർക്ക് നമുക്ക് വന്നിട്ടുള്ളതിന് വേണ്ടിയിട്ട്. എന്തായാലും ജീവിക്കണം, എന്തായാലും പണിയെടുക്കണം, ഏതെങ്കിലുമൊക്കെ മേഖലയിൽ പണിയെടുക്കണം, എന്നാ ഒന്ന് കഷ്ടപ്പെട്ടൂടെ, ചത്തൊന്നും പോവില്ലല്ലോ എന്ന എൻ്റെ ഒരു ചിന്ത ഉണ്ടായത്. അന്ന് ഹാർഡ് വർക്ക് എടുത്തേക്കണം. ഇനി സപ്പോസ് നമുക്ക് എന്നെ സംഭവിച്ചാലും, ഇന്ന് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാറും ഞാൻ എന്റെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫ്ലാറ്റുകളും ഒക്കെ എന്റെ ഗോപിക്ക് മെയിൻറ്റെയിൻ ചെയ്യാവുന്ന കാര്യമുള്ളൂ. കാരണം എന്റെ നോമിനികളാണ്, സ്വാഭാവികമായിട്ടും എന്റെ ഇൻകം ഇപ്പൊ എത്ര ഇൻകം കിട്ടുന്നുണ്ടോ അത് കൂടുക എന്നല്ലാണ്ട് കുറയില്ല. അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. പാസീവ് ഇൻകം ആണ് നമ്മൾ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. നമ്മൾ ഇടുന്ന എഫേർട്ട് വേസ്റ്റ് അല്ല, ടീം ഓൾറെഡി അവിടെ ഉണ്ടാവും. ഞാനെന്ന വ്യക്തി ഇല്ലെങ്കിലും ടീം ഉണ്ടാവും ഇവിടെ. അപ്പൊ ഇങ്ങനെയുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമ്മൾ വന്നു. അപ്പൊ സമയം വെറുതെ കളയരുത്. കുറച്ചൊരു തീരുമാനം എടുത്തുകൊണ്ട് ശക്തമായിട്ട് വേണം എല്ലാവരും ഈ ബിസിനസ് ചെയ്യാൻ. അപ്പം STC റാങ്ക് എന്ന് പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരാള് പോലും സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവരില്ല. പിന്നീട് വർക്ക്ഷോപ്പ് കൊടുത്തു. 2 ഡേ വർക്ക്ഷോപ്പുകൾ, ഒരുപാട് വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിച്ചു. 2 ഡേ കട്ടിങ് അടിച്ച് വർക്ക്ഷോപ്പുകൾ പോലത്തെ കുറെ വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിച്ചു. വയനാട്ടിലൊക്കെ ഇട്ട് 2 ഡേ ക്യാമ്പുകൾ. അതിലാണ് പിന്നെ ടീമുകൾ സെറ്റ് ചെയ്ത് അവരൊക്കെ നന്നായിട്ട് പ്ലാൻ പറയാൻ പഠിക്കുന്നു, സ്വന്തമായിട്ട് ചെയ്യുന്നു, നമ്മളെക്കാളും ഉഷാറായിട്ട് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ വന്ന സമയത്ത് നിന്ന് പെർഫോമൻസ് ആയിട്ട് എല്ലാവരും മാറി. അപ്പം ശക്തമായിട്ട് ബിസിനസ് ട്രാക്കിലോട്ട് വന്നു. അതിനുശേഷമാണ് സെക്കൻഡ് ഐഡിയുടെ പ്രവർത്തനങ്ങളൊക്കെ. ഒരു ഐഡി ട്രാക്കിലാക്കി വെച്ചതിന് ശേഷമാണ് സെക്കൻഡ് ഐഡി സ്റ്റാർട്ട് ചെയ്തത്, തേർഡ് ഐഡി സ്റ്റാർട്ട് ചെയ്തത്. ഇങ്ങനെ എല്ലാ ഐഡിയുടെയും ഇന്ന് ഏകദേശം വലിയ 3 ഐഡി കൂടി കണ്ടിന്യൂസ് ആയിട്ട് വരുമാനങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്നു. അപ്പം എല്ലാവർക്കും ഇപ്പൊ GST അടയ്ക്കുന്ന ലെവലിലോട്ട് ഈ വർഷം മാറി. ഒരു വാർഷിക വരുമാനം 20 ലക്ഷത്തിന് മുകളിലോട്ട് GST അടയ്ക്കുന്ന ലെവലിലോട്ടൊക്കെ നമുക്ക് മാറാൻ സാധിച്ചു. ഇപ്പോ ടാർഗറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഇൻകം എന്ന് പറഞ്ഞാൽ മന്ത്ലി 2,10,000 ആഗ്രഹിച്ച് അപ്പൊ മന്ത്ലി വരുമാനം 2,10,000 ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ മാസവും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു. കണ്ടിന്യൂസ് 210 മാസം മന്ത്ലി ഇൻകം. അത് 2 വീക്ക് കൂടുമ്പോൾ 210 ആക്കി, ഇനി വീക്കിൽ 210 ആക്കുന്നു. അങ്ങനെയാണ് എന്റെ റൂട്ട്. അപ്പൊ അതിലേക്കുള്ള യാത്രയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് 2,10,000 നമുക്ക് കിട്ടണം. എല്ലാ ആഴ്ചയും 2,10,000 കിട്ടണം. അപ്പൊ നമ്മൾ ടീമിനെ നന്നായിട്ട് മോണിറ്റർ ചെയ്ത് മൂവ് ചെയ്യുക. ഒരാൾ പോലും കൊഴിഞ്ഞു പോകാതെ, പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ ഒത്തൊരുമയോട്, പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഇരുന്ന് ഡീൽ ചെയ്ത് ക്ലിയർ ചെയ്ത് കാരണം ആളുകളാണ്, മനുഷ്യന്മാരാണ്, സ്വഭാവ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാവും. ഇതെല്ലാം ക്ലിയർ ആക്കി നമുക്ക് പോകാൻ കഴിയണം. അപ്പൊ എല്ലാവരും നല്ല ഒരു ഉറച്ച തീരുമാനം എടുത്തിട്ട് വേണം മൈ ലൈഫ് സ്റ്റൈലിൽ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തും സ്ട്രോങ് തീരുമാനമാണ്. വെറുതെ നമ്മൾ നോക്കാം ആ ഏർപ്പാടൊന്നും വേണ്ട. യെസ് ഓർ നോ. ഒന്നെങ്കിൽ ബിസിനസ് ചെയ്യുക, അല്ലെങ്കിൽ വിട്ടേക്കണം. അപ്പൊ ഉറച്ച തീരുമാനമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റിയാൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഇതൊരു വലിയ അച്ചീവ്മെന്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോ STC ആവുന്നു. ആ സമയത്ത് 2020 നമുക്കറിയാം കൊറോണ കൊണ്ടുപോയി. ഒരു കൊല്ലം കംപ്ലീറ്റ് കൊറോണ കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ പിന്നെ ടീം പോലും ഇല്ല, കംപ്ലീറ്റ് പോയി. പിന്നെ കാറൊക്കെ സൈഡാക്കി വെച്ചിങ്ങാണ്ട് ബൈക്ക് എടുത്ത് വീണ്ടും ഇറങ്ങി. യൂട്ടേൺ എടുക്കൂല നമ്മൾ, അങ്ങനെ ഒരുപാട് തവണ യൂട്ടേൺ എടുത്തിട്ടുണ്ട് നമ്മൾ. യൂട്ടേൺ എടുത്ത് വീണ്ടും ടീമിനെ സെറ്റ് ചെയ്യാൻ വേണ്ടി വീണ്ടും നമ്മൾ വിസിറ്റിന് പോയിട്ടുണ്ട്. അപ്പൊ അത്ര വലിയ പ്രതിസന്ധികൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇനി വരില്ല, സിമ്പിളാണ്. പക്ഷെ എന്റെ തുടക്ക സമയത്ത് പ്രൊഡക്റ്റ് പോലും എടുക്കാൻ എറണാകുളത്ത് കോഴിക്കോട് ഓഫീസ് ഇല്ലാത്തത് നമ്മൾ മംഗലാപുരത്തൊക്കെ പോയിട്ടാണ് എടുക്കുക. ഓക്കെ, അപ്പം STC ആയി, RTC ആ കൊറോണ പീരീഡിൽ നമ്മൾ അത് മറികടന്നു. കൊറോണയെ മറികടന്നു. 2021, 2022 മറികടന്നു.
അങ്ങനെ NTC അഡ്വൈസറി കമ്മിറ്റി അംഗം, NTC 2 കോടി മാച്ചിങ്, അത് കഴിഞ്ഞ് 5 കോടി മാച്ചിങ്, ഇപ്പം നോക്കുന്നു 10 കോടി മാച്ചിങ്ങിലേക്കുള്ള യാത്ര നടന്നുകൊണ്ടിരിക്കുന്നു. ITC എന്ന റാങ്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് രാവിലെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരു തുമ്മുന്ന പ്രശ്നം, അതിന് മൂക്കിന്റെ പ്രശ്നമാണ്. അത് കുറെ നമ്മള് ചുമ ഉണ്ടായിരുന്നു, നല്ല ചുമ ഉണ്ടായിരുന്നു ആദ്യം എനിക്ക്. അത് ഞാൻ കവചപ്രാശമൊക്കെ ഉപയോഗിച്ചപ്പോൾ നല്ല റിസൾട്ട് കിട്ടി, അത് അല്ലെങ്കിൽ മാറി. പക്ഷെ പിന്നീട് എനിക്ക് ആ മൂക്കിന്റെ ദശന പ്രശ്നം, ആ വളവിന്റെ പ്രശ്നം, അത് ചെയ്തിട്ട് ഓപ്പറേഷൻ ചെയ്തിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതിനൊരു വിഷയമുള്ളതുകൊണ്ട് എനിക്കിങ്ങനെ തുമ്മിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അത് കുറച്ച് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ആന്റി അലർജി ബ്ലഡ് പ്യൂരിഫയർ ഒക്കെ കണ്ടിന്യൂ യൂസ് ചെയ്യുന്നതിലൂടെ, അതുപോലെ ലിവഗൈൻ ഞാൻ ക്യാപ്സൂൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ അവർ ഉപയോഗിക്കുന്നതിലൂടെ എനിക്ക് ഒരുപാട് വ്യത്യാസമായി. ഇപ്പോൾ അപ്പൊ എനിക്കൊരു മോർണിംഗ് മീറ്റ് ഒന്നും കയറാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. രാവിലത്തെ മോർണിംഗ് മീറ്റിങ്ങിനൊക്കെ എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്. കാരണം തുമ്മലും ജലദോഷം പിടിക്കലും ഒക്കെ ആയിരുന്നു. അപ്പൊ നല്ല വ്യത്യാസമായി ഇതിലിപ്പോ. അപ്പൊ ഇങ്ങനെ നല്ല നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി പ്രൊഡക്റ്റുകൾ നമ്മുടെ കയ്യിലുള്ളത് വിശ്വസിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇപ്പം വീട്ടിൽ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട്. ഇപ്പൊ എന്റെ വൈഫിന് വുമൻ കമ്പാനിയൻ, അമ്മയ്ക്ക് വെൽ ഹാർട്ട് നല്ല റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്റെ കുടുംബത്തിൽ തന്നെ ഒരാൾക്ക് മാൻശക്തിമാനം കൊണ്ട് നല്ല റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ തുടക്കത്തിൽ ഒരുപാട് പ്രൊഡക്റ്റുകളുടെ റിസൾട്ട് തന്നെയാണ് നമ്മൾ ഈ ബിസിനസ്സിൽ ഉഷാറായിട്ട് ചെയ്യാൻ നമ്മളെ സഹായിച്ചത് ഈ ബിസിനസ്. അപ്പൊ അതുകൊണ്ട് നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി പ്രൊഡക്റ്റ്, അതുപോലെ തന്നെ ലോകത്തിൽ പൂട്ടിപ്പോകാത്ത പ്രസ്ഥാനം ഉണ്ടെങ്കിൽ മൈ ലൈഫ് സ്റ്റൈൽ ആണെന്ന് എല്ലാവരും വിശ്വസിക്കുക. കാരണം ഇവിടെ ആരും സ്റ്റാഫ് അല്ല, ഇവിടെ നമ്മളാരും സ്റ്റാഫ് അല്ലല്ലോ, കമ്പനിയുടെ പാർട്ട്നേഴ്സ് ആണ്. അത് സ്റ്റാഫ് വർക്ക് ചെയ്യുന്ന പോലെ അല്ല പാർട്ട്നേഴ്സ് വർക്ക് ചെയ്യുക. പാർട്ട്നേഴ്സ് എപ്പോഴും സ്വന്തം സ്ഥാപനം പോലെ വർക്ക് ചെയ്യുന്ന, സമയം നോക്കാതെ എഫേർട്ട് ഇടുന്ന കോടിക്കണക്കിനാണ് ഈ സ്ഥാപനം. ഒരിക്കലും പൂട്ടിപ്പോവില്ല. 2 സാധ്യതകളാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത്. ഒന്നെങ്കിൽ നമ്മൾ ആവേശം കൊണ്ട് ചെയ്യും, നിർത്തിപ്പോവും, അല്ലെങ്കിൽ രക്ഷപ്പെടും. നിർത്തിപ്പോകുന്നവരും രക്ഷപ്പെടുന്നവരും മാത്രമേ മൈ ലൈഫ് സ്റ്റൈലുള്ളൂ. നിർത്തിപ്പോകൂല എന്ന് തീരുമാനിച്ച് പണിയെടുക്കുന്നവരൊക്കെ 100% രക്ഷപ്പെടുന്ന ബിസിനസ്സാണ് മൈ ലൈഫ് സ്റ്റൈൽ. 100% രക്ഷപ്പെടുന്ന ബിസിനസ്സാണ് മൈ ലൈഫ് സ്റ്റൈൽ. പക്ഷെ നിർത്തിപ്പോകുക, എന്തൊക്കെ പ്രശ്നം നിർത്തിപ്പോകൂല എന്ന് തീരുമാനിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം.